എന്താ ഇത്ര നേരത്തെ? മനു ഊണ് കഴിക്കുന്നില്ലേ? വേണ്ട, ഞാൻ കഴിച്ചു. ചേട്ടൻ അല്പം ദേഷ്യത്തിലാ. ലീവ് എടുത്തതാണോ അതോ ഈ ജോലി ഉപേക്ഷിച്ചോ? താൻ നല്ല പാർട്ടിയാ. ഓഫീസ് വിട്ടിട്ട് എവിടെ ആയിരുന്നു? തനിക്ക് വേണ്ടി അത്താഴം ഉണ്ടാക്കി ഇത്രയും നേരം കാത്തിരുന്നു. ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. അതെന്ത് മര്യാദയാടൂ? അമ്മയും മോളും കഷ്ടപ്പെട്ട് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട്. ജോലി കിട്ടിയ ദിവസമല്ലേ, സ്റ്റാഫ് എല്ലാം കൂടി നിർബന്ധിച്ചപ്പോ അവർക്കൊരു പാർട്ടി. അപ്പൊ പാർട്ടിയും കഴിഞ്ഞ് വരികയാണല്ലേ? എന്നാ ചെല്ല്, കുറച്ചെന്തെങ്കിലും കഴിച്ചിട്ട് പോ. അവൻ പോയി കിടക്കട്ടെ, രാവിലെ ആഫീസിൽ പോകണ്ടേ? പായസം തണുത്ത് കാണും, വൈകുന്നേരം വെച്ചതാ. ഹോട്ടൽ ഭക്ഷണത്തിന്റെ മേൽ കുറച്ച് പായസം കൂടി കഴിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. കഴിക്ക്. ജോലിയൊക്കെ എങ്ങനെ? കുഴപ്പമില്ല. ഗ്ലാസ് ഇവിടെ ഇരിക്കട്ടെ, അച്ഛന് ആവശ്യം വരും. എന്താടി നമ്മളെ കുറിച്ചൊരു പരദൂഷണം? എത്രണ്ണം വിട്ട്? അയ്യോ, ഞാൻ ചുമ്മാ തിരിയടോ. തന്നെ കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. താൻ കൂടെ വന്നിട്ട് 2 സ്മോൾ വീക്കാവെന്ന് വിചാരിച്ചതായിരുന്നു. അത് തന്നെ കാണണ്ടേ? പിന്നെ ഞാൻ ഒതുക്കത്തി വന്ന് 2 കീച്ചി. പിന്നെ ജോലിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അങ്കിളിനോട് എനിക്ക് ഒന്നും പറയണ്ട, ഒക്കെ എനിക്കറിയാം. അതല്ല അങ്കിളെ. എടോ, ആദ്യ ദിവസമല്ലേടോ, ഒന്ന് പരിചയപ്പെട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. മണി 11. ഓ, താൻ കിടന്നു, രാവിലെ പോകണ്ടല്ലേ? കിടന്നു. അവിടെ തന്നെ. അങ്കിളെ, ഇതാണ് എന്റെ ഓഫീസ്. ഇത് വലിയ ഓഫീസാണല്ലോ. ശരി എന്നാ. ഓക്കെ. എങ്ങോട്ടോട് പോണേ? താനോ? താൻ എന്താ ഓഫീസിൽ പോകാതെ ഇവിടെ പാർട്ടി ഓഫീസിന്റെ മുമ്പില് പോണേ? താൻ ജോയിൻ ചെയ്തില്ലേ? എവിടെ ജോയിൻ ചെയ്യാനാ? ആകെ നാണം കെട്ടുപോയില്ലേ? ജോലിയില്ല, മാനവും പോയി. ഒരുമാതിരി മനുഷ്യനെ പടിയാക്കുന്ന ഏർപ്പാട് കാണിച്ചോണ്ടല്ലോ. മന്ത്രിയുടെ ഓർഡർ അവിടെ കിട്ടിയിട്ട് അവിടുന്ന് അപ്പോയിന്റ്മെന്റ് ഓർഡർ അതാ വാങ്ങില്ലേ? അവിടെ എങ്ങും ഒരു മന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നിട്ടില്ല. എന്നെ പിടിച്ച് പുറത്താക്കിയവര്. പുറത്താക്കിയോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്നാ പിന്നെ തനിക്ക് അപ്പൊ തന്നെ വന്ന് എന്നോട് പറഞ്ഞൂടായിരുന്നോ? അതെങ്ങനാ? നിങ്ങൾ ബോംബെക്ക് പോയിരിക്കില്ലായിരുന്നോ? ബോംബെയിലോ? ഓ, ഡൽഹിക്ക് പോയിട്ട് അവിടെ നിന്നാ ഞാൻ ബോംബെ പോയത്. എവിടെ പോയാലും അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വേറൊരുത്തിനപ്പൊ അവിടെ കയറിയിരിക്കുന്നത്. വേറൊരുത്തനോ? എന്നാ അതൊന്ന് അറിഞ്ഞിട്ട് എന്നെ ബാക്കി താൻ അങ്ങനെ പോയാലോ? ഞാനൊന്ന് അന്വേഷിക്കട്ടെ. താൻ അന്വേഷിക്കാൻ പിടിക്കൊന്നും വേണ്ട. ഒന്നുകിൽ ജോലി, അല്ലെങ്കിൽ മര്യാദക്കിനെ കാശീരിച്ചെന്നോ. തന്റെ ഈ പറ്റി പ്രസ്ഥാനം ഞാൻ ഇന്നിവിടെ അവസാനിപ്പിക്കും. താനും നീ വന്നേ. താൻ ബഹളം ഉണ്ടാക്കണ്ട. ഇത് പോയെങ്കിൽ പോട്ടെ. ഇതിനേക്കാളും ഫസ്റ്റ് ക്ലാസ് ഒരു ജോലി ഈ കെ പി ചേട്ടൻ 1 മാസത്തിനകം നിനക്ക് വാങ്ങിച്ചു.
നിങ്ങൾ ഇതൊക്കെ പറയും, ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഓ, നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഞാൻ ഇടപെട്ട ഒരു കേസ് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതിൽ നിന്നെക്കാളും പ്രയാസം എനിക്കുണ്ട്. ഇല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഒരൊറ്റ മാസം, അതാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. അത് നീ എനിക്ക് തരണം. അതുവരെ ഞാൻ എങ്ങനെ ജീവിക്കും? അതുവരെ തനിക്ക് ജീവിക്കണം, അത്രയല്ലേ ഉള്ളൂ. വാ. പേജ് നമ്പർ 34 അത്. അയ്യോ, എന്റെ അമ്മേ. കണ്ടു കാണുവോ? വളരെ ടീഡിയസ് ജോലിയാണല്ലേ? പിന്നെ ചില ദിവസങ്ങളിൽ ചായ കുടിക്കാൻ പോലും സമയം കിട്ടാറില്ല. പ്രമോഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടല്ലേ? മാനേജർക്ക് എന്നോട് പ്രത്യേക താല്പര്യ. അങ്ങനെ വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കൂ. ആഹാ, റെഡ് വീണല്ലോ. അപ്പോ പ്രമോഷൻ കിട്ടിയിട്ടാവും ഞങ്ങൾക്കുള്ള ചെലവ്. വിരല് തേഞ്ഞു തുടങ്ങി. കുറെ കാലം ആയേ ഇതിലൊന്നും തൊട്ടിട്ട്. സർവീസും ഒരാവശ്യമാണേ, എക്സ്പീരിയൻസേ. അതൊരു പ്രശ്നമല്ല. എല്ലാവർക്കും ഒരു സഹായം എപ്പോഴും ഉണ്ട്. ഈ ഫയല് നോക്കുന്നൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള ജോലിയല്ല കേട്ടോ. ശരിയാ, പക്ഷേ അത് ഫയല് നോക്കുന്നവർക്കല്ലേ. റെസ്റ്റോറന്റ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നല്ലോ നല്ലത്. കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട്. അല്ല, ബാറിലേക്കൊന്ന് മാറ്റി കിട്ടിയിരുന്നെങ്കിൽ. ബാറിലോ? എടോ, അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ മേക്കുക എന്ന് പറയുന്നത് വലിയ കഷ്ടമാണ്. അതെ, എനിക്കറിയാം. നാട്ടിൽ കഴിഞ്ഞ 5-5.5 വർഷക്കാലമായിട്ട് ഞാൻ ബാറിലായിരുന്നു സാർ. 5.5 വരില്ല, കാരണം ആദ്യത്തെ 5-6 മാസം ഞാൻ ലോക്കൽ കളി ഷാപ്പിലായിരുന്നു. പിന്നീടാണ് ഞാൻ ബാറിൽ ജോയിൻ ചെയ്തത്. സത്യം പറഞ്ഞ 1900 ഡിസംബർ 12 ഞാൻ ബാറിൽ ജോയിൻ ചെയ്തു സാർ. പിന്നെ 2, 2, 4, 4, 5. അതെ സാർ, കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ബാറിലായിരുന്നു സാർ. ഞാൻ കൺസിഡർ ചെയ്യാം, ജിയുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. അങ്ങനെ പറഞ്ഞാൽ പോരാ സാർ. സാറിനെങ്കിലും ഉറപ്പ് പറഞ്ഞിരുന്നെങ്കിൽ. താൻ ഇപ്പൊ എനിക്കൊരു ചായ ഉണ്ടോ? വേറെ എന്തെങ്കിലും വേണം സാർ? സ്നാക്സ് ഒന്നും വേണ്ട, താനും പോയാ മതി. വേണ്ടോ? ടീച്ചറാ, ആള് മിടുക്കനാ. എന്താണ് സാർ? അപ്പൊ നമുക്ക് എന്താ പറയണ്ടത്? ഒരു കാര്യം ചെയ്യാം, അമ്മയെ തുടങ്ങാം. അവിടെ നിന്ന് ഒരു ഹരിദാസ്. എന്നെയാണാ? താൻ തന്നെ. അയ്യോ, ഞാൻ ഗോപിയാണ്. സാറിന് ആള് തെറ്റിയായിരിക്കും. എന്റെ മേജറെ, അവൻ ആരെങ്കിലും ആയിക്കോട്ടെ. ഗോപി, താൻ പോയി റം കൊണ്ടുവാ. ഫിറ്റാണേ. അരക്കുപ്പി റം. തന്നെ പോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. ആ, ജീവിതത്തിൽ ഇത്രയും സമയം ഞാൻ കണ്ടിട്ടില്ല. സ്മോൾ അടിച്ചിട്ടുണ്ടായിരുന്നെ പിന്നെ അതുകൊണ്ടാണെന്ന് വിചാരിക്കാം. ഇതങ്ങനെയല്ല, അങ്ങോട്ടേന്ന് കയറുതേ ഉള്ളൂ. സെയിം ഇതേപോലത്തെ അനുഭവം ഇന്നലെ എനിക്കും ഉണ്ടായി. ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ചായക്കട കയറി. അവിടെ ചെന്നപ്പം ചായ ഊണുന്ന വീട്ടിനെ കണ്ടപ്പോ ഡിറ്റോ എന്നെ പോലെ തന്നെ ഇരിക്കുന്നു, ഒരു വ്യത്യാസമില്ല. ആ, അത് കഴിഞ്ഞ ബില്ല് കൊടുക്കാൻ വേണ്ടി കൗണ്ടറിൽ ചെന്നപ്പോ അവൻ അവിടെ വെക്കുന്നു. അവൻ എന്നെ കണ്ടപ്പോ സംശയം. ഒരാളെ പോലെ 9 പേരുണ്ടെന്നാ സയന്റിസ്റ്റ് പറയുന്നത്. 7 പേരെന്നല്ലേ? അല്ല, 9 പേര്. 9 ആയിരിക്കും അല്ലേ? എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും സൂപ്രണ്ടിനും അവനെയൊന്നും അവർക്ക് കാണിച്ചു കൊടുക്കാന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെന്നു.
അവിടെ ചെന്നപ്പം അവനവിടെ ഇല്ല. അപ്പൊ ഒരുപക്ഷെ അവനെ ആയിരിക്കും ഞാനിന്ന് ബാറി വെച്ച് കണ്ടത്. കറക്റ്റ്. നിങ്ങളിന്ന് ബാറിപ്പോയോ? ഇതാ നിങ്ങളിന്ന് ബാറിപ്പോയോന്ന്? ബാറിപ്പോയെന്നോ? എടീ, ഞാൻ ബാർബർ ഷാപ്പിൽ മുടിവെട്ടിക്കാൻ പോയ കാര്യമായി പറഞ്ഞേ. ബാറിപ്പോയെന്നാണല്ലോ പറഞ്ഞത്. ഞാൻ ബാറി പോയെന്ന് പറഞ്ഞോ? ഏയ് ബാറിപ്പോയെന്ന് എന്നെ പറഞ്ഞേ. ബാർബർ ഷാപ്പിൽ പോയെന്നല്ലേ പറഞ്ഞേ? അല്ല. നിങ്ങൾ പറഞ്ഞത്. ബാർബർ ഷാപ്പിൽ മുടിവെട്ടിക്കാൻ പോയെന്നല്ലേ പറഞ്ഞേ? അതെ അതെ. ആ എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട. എന്താ? നിങ്ങൾ ഈ ഷുഗർ, കൊളസ്ട്രോള്, BP എല്ലാം ഉള്ള നിങ്ങള് ഈ വീട്ടിൽ ഇരുന്ന് കുടിക്കുന്നതിനും പുറമെ ബാറിലും പോയിരുന്ന് കുടിക്കാൻ തുടങ്ങി അല്ലേ? ഞാൻ വീട്ടിൽ ഇരുന്ന് കുടിച്ചോ? നീ എന്നാലും കണ്ടോ ഞാൻ വീട്ടിൽ ഇരുന്ന് കുടിക്കുന്നത്? അയ്യോ, കുടിക്കാത്ത ഒരു പുണ്യവാളച്ചൻ ദിവസവും കുപ്പി എടുത്തോണ്ട് വന്ന് ക്ലോസറ്റിനകത്ത് ഒളിച്ചു വെക്കുന്നത് ഞാൻ കാണുന്നില്ലെന്നായിരിക്കും വിചാരിച്ചു. ഇവളെന്താ ഈ പറയുന്നത്? ആ, പിന്നെ ഒരു കാര്യം, ഹരിയുടെ വന്നതിന് ശേഷം ക്ലോസറ്റിനകത്ത് അങ്ങനെ ഒരു സാധനം ഇതുവരെ കണ്ടിട്ടില്ല. ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറയുന്നത് കേട്ടോ. മനസ്സിലായോ? ബാർ എന്ന് പറഞ്ഞാൽ എത്ര നേരം ഉണ്ടെന്ന് വിചാരം? എത്ര എണ്ണം ഉണ്ട്? കൂൾ ബാർ, ആ. ഐസ്ക്രീം ബാർ, ആ. പിന്നെ മിൽക്ക് ബാർ, ആ. ബാർ അസോസിയേഷൻ, ബാറ, സോപ്പ്, മണ്ണാൻ, കട്ട. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. നീയേ ഇവര് കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ എന്നെ പഠിപ്പിക്കാൻ പറ്റരുത്. എന്നെ കിട്ടില്ല. കൊച്ചുപിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ തന്നെ പഠിപ്പിക്കുന്നു. പറഞ്ഞേക്കാം. ചേട്ടൻ എന്നെ വിളിച്ചോ? ആ, രാമേന്ദ്രൻ ഒരു 10-11 മണിക്ക് വരും. നീ അയാളുടെ കൂടെ പോയി ആ പെണ്ണിനെ ഒന്ന് കാണണം. പരമേശ്വരൻ നായർ നിനക്കറിയാമല്ലോ, അയാളുടെ 2ാമത്തെ മോള. എന്തുകൊണ്ടും നമുക്ക് പറ്റിയ ഒരു ബന്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. എന്താ ഒന്നും മിണ്ടാത്തെ? അല്ല, ഓഫീസില്. നീ ഇന്ന് ഓഫീസിൽ ചെല്ലത്തില്ലെന്ന് മേനോനോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എങ്ങോട്ടാ പോന്നേ? ഞാനിപ്പോ വരാം. ആ പരമേശ്വരൻ നായരെ എനിക്കിനിയും കാണേണ്ടതാ. നീ വന്ന വലിയ ഉപകാരം. ഈ ബില്ലും 2 ലാർജും കൂടി 104 അങ്ങോട്ട് എത്തിച്ചേക്ക്. എനിക്ക് വൈഫിനെയും കൊണ്ട് അർജന്റായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോണ്ട. പരമേശ്വരൻ നായരുടെ മോളെ ഞാൻ കെട്ടണമെന്ന് ചേട്ടന് കടപ്പാടുണ്ടെന്ന് വെച്ചാൽ ഞാൻ എന്തിനാ? നീ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ചേട്ടനോട് നേരിട്ട് പറയും. അല്ലേ ചേട്ടത്തെ സോപ്പിടാൻ നോക്ക്. അവർക്കാർക്കും എന്നെ മനസ്സിലാകത്തില്ലടാ. ഐസിന് തന്റെ സേവനമൊക്കെ മതി. ഇപ്പൊ ചെയ്ത് തന്നെ വലിയ കാര്യമായി. ബാക്കി ശമ്പളം വല്ലതും കിട്ടാണ്ട് വാങ്ങിച്ചോണ്ട് വെക്കും. ഹരി, എന്താ ഇന്ന് നേരത്തെ? ഓഫീസിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹെഡ് ക്ലാർക്കിനും സൂപ്രണ്ടിനും ഒക്കെ സുഖം തന്നെയല്ലേ? ഹരി ഇപ്പൊ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. എന്തിനാ വെറുതെ നുണ പറയുന്നത്? റെസ്റ്റോറന്റിലും ബാറിലും ഒക്കെ കണ്ട ആള് ഹരി തന്നെയല്ലേ? അതെ, ആണ്. പക്ഷെ അത് നഷ്ടപ്പെട്ടു. എന്തു പറ്റി? അതിനെപ്പറ്റി ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? നാട്ടിൽ നിന്ന് ഇവിടെ എത്തുമ്പോ ഒരു നല്ല ജോലിയായിരുന്നു മനസ്സിൽ. ഇപ്പൊ അതും ഇല്ലാണ്ടായി. പക്ഷേ ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ, വൈറ്റ് കോളർ ജോബ് ചെയ്യൂന്ന് വാശി പിടിക്കാതെ എന്തും ചെയ്യാനുള്ള ആ മനസ്സ്, റിയലി ഐ ലൈക്ക് ഇറ്റ്. വൈറ്റ് കോളർ ജോബിൽ ചെയ്യുന്ന വാശി പിടിക്കാതെ എന്തും ചെയ്യാനുള്ള ആ മനസ്സ്, റിയലി ഐ ലൈക്ക് ഇറ്റ്. അദ്ദേഹം ഇവിടെ ഇല്ലേ? ഇല്ല, ബോംബെ പോയിരിക്കുകയാണല്ലോ. മോളാണോ? അല്ല, ഭാര്യ. സോറി. പുള്ളിക്കാരൻ വന്നാൽ കെ പുരുഷോത്തമൻ പിള്ളെ അന്വേഷിച്ച് കോരയിൽ നിന്ന് MD വെങ്കിടി വന്നിരുന്നു എന്ന് പറയാം. ചിങ്കിടി അല്ലേ? ചിങ്കിടി അല്ല, വെങ്കിടി. വെങ്കിടി ഒന്ന് പറയൂ. ചിങ്കിടി. വെങ്കിടി. ആ, പറയാം. വെരി ഗുഡ്. പെട്ടി. അതെ, പെട്ടി. താങ്ക്സ്. അന്ന് പറയേണ്ടത് ഇന്ന് പറയുന്നു.
എന്താണ് ഇവിടെ? KP ഒന്ന് കാണണം. പുള്ളിക്കാരനെ അറിയോ? അറിയും. ആ, KP ബോംബെക്ക് പോയിരിക്കുക. എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെ എവിടെ വർക്ക് ചെയ്യുന്നു എന്നാണ് ചോദിച്ചത്. ജോലിയൊന്നുമില്ല. കംപ്ലീറ്റ് ഫ്രീ. ആ. എന്നാ വാ, അല്പം നടക്കാം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ചുരുക്കി പറഞ്ഞാൽ ജീവിതം ഇപ്പൊ വഴിമുട്ടി നിൽക്കുന്നു അല്ലേ? എവിടെയാ താമസം? ഞാൻ എന്റെ അച്ഛന്റെ ഫ്രണ്ടിന്റെ കൂടെയാ, മേജർ MK നായർ. റിട്ടയർഡ് മേജർ MK നായർ. ആ, പട്ടത്ത് താമസം. ഭാര്യ സ്കൂൾ ടീച്ചർ. ഒരേ ഒരു മോൾ MA ലിറ്ററേച്ചറിന് പഠിക്കുന്നു. ശരിയല്ലേ? സാറിനെങ്ങനെ അറിയാം? ഈ സിറ്റിയിലുള്ള ഓരോ പണക്കാരനെയും അവന്റെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ടോടുകൂടി എനിക്കറിയാം. തനിക്ക് വേണ്ടതൊരു ജോലി, എനിക്ക് വേണ്ടത് തുച്ഛമായ ഒരു തുക, 2 ലക്ഷം രൂപ. എനിക്കല്ല, കോരയിൽ ഒരു ചെറിയ ഡെപ്പോസിറ്റ്. താൻ തരണ്ട, പക്ഷേ മേജർക്കിടാമല്ലോ മിസ്റ്റർ MK നായർ പട്ടം. അല്ല, പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി അങ്ങനെയൊന്നും ചെയ്യും തോന്നുന്നില്ല. ഒരു ശ്രമം നടത്തി നോക്കാം. എനിക്ക് ഭാഗ്യമുണ്ടേ നടന്നാലോ? വാ. വാ, ഇരിക്കെ. അങ്കിൾ, ഇത് ഞാൻ വെങ്കിടി, വെങ്കിടി, കോര ഫൈനാൻസസ് എന്ന് വരിക. കോര ആ. ബ്ലേഡാ അല്ലേ? നാട്ടുകാർ അങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിലും ഞങ്ങളൊരു അന്തസ് കീപ്പ് ചെയ്യുന്ന കൂട്ടരാണ്. അതായത് ഡെപ്പോസിറ്റ് ഏറ്റവും സേഫ്റ്റിയോടെ കൈകാര്യം ചെയ്യുന്ന ഒരേ ഒരു സ്ഥാപനമാണ് ഞങ്ങളുടേത്. ഹരിക്കറിയാം. ഇപ്പോഴെന്താ പ്രത്യേകിച്ച് ഇങ്ങോട്ട്? ഞങ്ങളിപ്പോ ഒരു നിക്ഷേപ സമാഹരണ വാരാഘോഷം നടത്തുന്ന ആഴ്ചയായത്. നിക്ഷേപകരെ കൂടുതലായി ഞങ്ങളോട് അടുപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. അതിനുവേണ്ടി പലിശ 15% നിന്നും 15.5% ആക്കി ഉയർത്തിയിട്ടുണ്ട്. എ വെരി അട്രാക്റ്റീവ് ഇൻട്രസ്റ്റ് അല്ലേ സാർ? ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഒരു ചെറിയ ഡെപ്പോസിറ്റ്, സാറിനെ സംബന്ധിച്ചാണെങ്കിൽ വളരെ ചെറുത്, 2 ലക്ഷം രൂപ. അതിനിപ്പോ എന്റെ എവിടുന്നാ കാശ്? സാറിന്റെ ഒരു തമാശ. അതേടോ, ഉണ്ടായിരുന്ന കാശൊക്കെ പല സ്ഥലത്തായിട്ട് കിടക്കുക. പിന്നെ എവിടെ നിർത്താ? 1 ലക്ഷം. തനിക്ക് സാറിന് വേണ്ടി എന്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുത്ത റിഡക്ഷൻ ആണത് അല്ലേ സാറിന് തോന്നുന്നുണ്ടോ? ആയിരിക്കാം. അത് ഞാനെന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞില്ല എന്റെ അവസ്ഥ, നടക്കാത്ത കാര്യമാ. നോ അതർ വേ. മാനേജർ എന്ന നിലയ്ക്ക് എനിക്ക് സാറിന് ചെയ്തു തരാവുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസ് 25,000 രൂപ കുറച്ചിരിക്കുന്നു. ഓൺലി 75,000 rupees. സോറി, എന്റെ ഇല്ല. അപ്പൊ കുടിക്കാൻ എന്താ വേണ്ടത്? താങ്ക്സ്. ഒന്നും വേണ്ട. താങ്ക്സ് ഡാഡ്. ഞാൻ ഇറങ്ങട്ടെ. നിർഭാഗ്യവാൻ. ഹരിദാസിനെ ഒന്ന് കാണണം. ഹരിദാസോ? അങ്ങനെ ആൾ ഇവിടെ ഇല്ലല്ലോ. അകത്തുണ്ടെന്നേ, മേജനങ്ങൾ വന്ന് നിൽക്കുന്നു പറഞ്ഞാൽ മതി. അങ്ങനെ ആൾ ഇവിടെ ഇല്ല സാർ. ഈ അടുത്ത കാലത്ത് ജോയിൻ ചെയ്ത ആളെ, വെളുത്ത് മെലിഞ്ഞിട്ട്. ഇവിടെ ജോലി ചെയ്യുന്നവരൊക്കെ എനിക്ക് അറിഞ്ഞൂടെ സാർ. അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. അന്നേ ഞാൻ പറഞ്ഞതാ ഇവനെ ഒന്ന് ഇവിടെ കയറ്റി താമസിപ്പിക്കരുതെന്ന്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അതല്ലടി, ഇതിലെവിടെയോ എന്തോ ഒരു കുഴപ്പമുണ്ട്. അവൻ അത്ര അങ്ങ് കള്ളനാകാൻ വഴിയില്ല. ഒന്നുമില്ലെങ്കിലും രാഘവന്റെ മോനല്ലേ. ഓ പിന്നെ അതങ്ങനെ ഉറപ്പിച്ചു പറയും. വല്ല ആൾമാരോട്ടോ നടത്തി മോട്ടിക്കാൻ വന്നവനാണോന്ന് ആർക്കറിയാം. അവൻ അങ്ങനൊന്നുമല്ല. ആണെങ്കിൽ എന്നെ ഹരി ഉണ്ടോ അവിടെ? ഇല്ല, ഓഫീസിൽ നിന്ന് എത്തിയിട്ടില്ല. ഓഫീസിലോ? അവന് വേറെ പണി കിട്ടിയോ? നിങ്ങളാരാ? ഞാൻ ഡേവിസാണ്. ഹരിയും ഞാനും ഈ ബാറിൽ ഒത്തു ജോലി ചെയ്തവരാണേ. അതെ, ഇപ്പൊ ഇവിടെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്.
മാനേജർ പറഞ്ഞ് സമ്മതിപ്പിച്ചിരിക്കുക. അല്ല അവരിപ്പോ ഓഫീസിൽ ജോലിയുടെ സ്ഥിതിക്ക് ഇത് വേണ്ടല്ലോ. ഹരി വരുമ്പോ ഞാൻ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാ മതി. ആ അപ്പൊ ബാറി വെച്ച് ഞാൻ കണ്ടത് അവനെ തന്നെയായിരുന്നു. അമ്പടവില്ല. ദേ ഇന്ന് അവൻ വന്ന ഉടനെ ഇവിടുന്ന് പറഞ്ഞയച്ചേക്കണം. ഒരു രാഘവൻ നായരുടെ മോൻ. അവനിങ്ങോട്ട് വരട്ടടി. അവിടെ നിന്നേ. ഇന്ന് ഞാൻ തന്റെ ഓഫീസിൽ വന്നിരുന്നു. താനോട് ഇല്ലായിരുന്നല്ലേ? ഓ, അപ്പൊ അങ്കിളാണെന്ന് ഓഫീസിൽ വന്നിരുന്നല്ലേ? കാറില്? ഛേ, എന്റെ പേരുള്ള ഒരാൾ അവിടെ ജോലി ചെയ്യുന്നില്ല എന്ന് അങ്കിളിനോട് അവർ പറഞ്ഞാണോ അല്ലേ? എനിക്കറിയാം. ഇതൊരു പ്രശ്നമായിരിക്കും ആന്റി. മിനിയാന്ന് അതെ മിനിയാന്ന് എന്നെ കാണാൻ ആലപ്പുഴയിൽ നിന്ന് വന്ന എന്റെ ക്ലോസ് ഫ്രണ്ട് രാജുവിനോട് ഞാൻ അവിടെ ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചവരവര്. അസൂയ, വെറുതെ അസൂയ. പ്രമോഷനൊക്കെ അടുത്ത് വരികയല്ലേ. മാനേജർക്കാണെങ്കിൽ എന്നോട് വലിയ താല്പര്യ. അവർക്ക് അതൊട്ട് സൂഹിക്കുന്നുമില്ല. താനും ഇങ്ങനെയുണ്ടോ മനുഷ്യര്? ജനങ്ങളുടെ ഒരു കാര്യേ. എന്തൊരു ചൂടല്ലേ. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ചെന്ന് ചോദിക്കാം അവനോട്. തന്നോട് അവർക്കൊക്കെ വലിയ അസൂയാണല്ലേ? കഴിവറടാ മോനെ. അങ്കിൾ, നീ ആരോടാ കളിക്കുന്നേ? നിന്റെ തന്തയുള്ള ഒറ്റ കടപ്പാടിന്റെ പുറത്ത് നിന്നെ ഇവിടെ പിടിച്ച് താമസിപ്പിച്ച് എന്നിട്ട് എന്നോട് നീ. അങ്കിൾ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. ഒറ്റ അക്ഷരം വേണ്ടത്. അല്ലാതെ ഞാനിതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല. ഇതിന്റെ താക്കോലാണേ. ഇതൊക്കെ പൂട്ടിയാര്. ഞാൻ പറയാൻ അവനെ പുറത്തു വിടരുത്. അവിടെ നിന്ന് കഴിക്കാൻ എന്തെങ്കിലും കൊടുത്തേര്. എന്തോന്ന്? കഴിക്കാൻ എന്തെങ്കിലും കൊടുത്തേക്കാൻ. ഇതാണ് കോമോ ഫ്ലാഗ്. ജംഗിൾ വാറിൽ ശത്രുക്കളെ നേരിടാനുള്ള മാർഗങ്ങളിൽ ഒന്ന്. യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഞ്ഞറിയില്ല. ആ എന്താ അവനും ശത്രുവാ. അപ്പോഴേ ഞാൻ ചാട്ട് പറയും. പിന്നെ ഒരു സെക്കൻഡ് താമസിക്കരുത്. ചാടി വീണോണം. വരുന്നു. റെഡി? താനേ ഇവനെ പറ്റിച്ചോ? എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. കാശ് കാശോ? എത്ര രൂപ മേടിച്ചേ? മൊത്തം 25,000. ആദ്യം 15, പിന്നെ 10. പലിശ വിട്ടിരിക്കുന്നു. കാശ് കാശ് ഞാൻ പിന്നെ കാശിൽ കൊണ്ട് ജോലി ആയാലും മതി. മന്ത്രിയുടെ ഈ നാട് വന്നിട്ട് കാശ് തരുന്നോ ജോലി ശരിയാക്കുന്നു? കുറച്ച് ലേറ്റ് ആവും. എന്നാ വേണ്ട, കാശ് മതി. ഞാൻ മന്ത്രിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അങ്ങ് വീട്ടിലെത്തോളാം. അങ്ങനെ പോകല്ലേ. എന്നാ ഞാൻ ജോലി ശരിയാക്കി തരാം. എപ്പോ? ഒരു 6 മാസത്തിനാവും. പോരാ. ഉറപ്പാണോ? 6 മാസം പോരാ. 6 മാസം പോരാ. പോരാ. 6 മാസം കൂടുതലാ? അയ്യോ വേണ്ട, 3 മാസം മതി. ആണോ? ഉറപ്പാണോ? വേളാങ്കണ്ണി മാധവൻ അയ്യപ്പനാണ് സത്യം. വാക്ക് മാറിയാലുണ്ടല്ലോ ഈ ശരീരത്തെ എല്ലും കൂടെ ഞാൻ ഇങ്ങ് ഊരെടുക്കും. എല്ലും കൂടെ പോയി ശരീരം എങ്ങനെ ഇരിക്കുന്നു അറിയാമല്ലോ. അപ്പോ ഇപ്രാവശ്യം അവൻ പറ്റിക്കത്തില്ല. അവനറിയാന്നെ. എന്നാലും 3 മാസം അതുവരെ താൻ വെറുതെ നിൽക്കണ്ടേ? അതിനൊക്കെ വഴിയുണ്ടാക്കാം. Be cheerful, my boy.
ഓലവാലൻ കിളിയൊന്നൻ ഓമൽ കൂട്ടി കണിയാ ഓലവാലൻ കിളിയൊന്നൻ ഓമൽ കൂട്ടി കണിയാ ഒരു നെൽക്കതിർമണിയും കൊണ്ടൊരു നാളരികെ വരും ഒരു നെൽക്കതിർമണിയും കൊണ്ടൊരു നാളരികെ വരും ഒരു പാട്ടിൻ നൂലിഴയിൽ ഒരു പാട്ടിൻ നൂലിഴയിൽ അരിയ മണിത്താലി കോർത്തു തരും ഓലവാലൻ കിളിയൊന്നൻ കോമൽ കൂട്ടിൽ കണിയാ ഒരു നെൽക്കതിർമണിയും കൊണ്ടൊരു നാളരികെ വരും അകലയെഴും പൂങ്കുലതൻ അംഗരാഗവുമായി കൂടണയും കാറ്റലയിൽ കാമന നീന്തുകയാ എന്നിൽ നിന്നിൽ വീണ്ടും കളരവമുയരുകയായി ഒരു കുയിലിന പാടുകയാ ഓലവാലൻ കിളിയൊന്നൻ ഓമൽ കൂട്ടിൽ കണിയാ ഒരു നെൽക്കതിർമണിയും കൊണ്ടൊരു നാളരികെ വരും സുഖിക്കുകയാണോ? എടോ തന്നെ ഇവിടെ കൊണ്ട് ഇരുത്തിരിക്കുന്നത് സുഖിക്കാനാണോ? താനിതുവരെ എന്തെടുക്കായിരുന്നു? സ്വപ്നം കാണുന്നത് ഇവിടെ ഇരുന്നല്ല, അതങ്ങ് മതി കേട്ടോ. മാസാമാസം പുളിങ്കുരുവല്ല എണ്ണി വാങ്ങണ്ടേ? 1 മണിക്കൂറിനുള്ളിൽ ചെയ്തു തീർക്കാം സാർ. തീർത്ത് തരണം, അതിനാ തന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ഇനി സ്വപ്നം കാണരുത്. യെസ് സാർ, ഐ എം വെരി സോറി. ഐ നോ ഇറ്റ്സ് മൈ ഡ്യൂട്ടി. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഈ ജോലി നീ ഉപേക്ഷിച്ചു, ഇനി എന്ത് ചെയ്യാനാ നിന്റെ ഭാവം? അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക. പഠിത്തം പൂർത്തിയാക്കാൻ പറഞ്ഞിട്ട് നീ അത് ചെയ്തില്ല. എന്നാ ബിസിനസ്സിൽ എന്നെ എന്തെങ്കിലും സഹായിക്കാൻ പറഞ്ഞാ നിനക്ക് അതിലും താല്പര്യമില്ല. ഒരു കല്യാണം കഴിപ്പിച്ച് നിന്റെ മനസ്സൊന്ന് മാറ്റാമെന്ന് വെച്ചാ നിനക്കതും വയ്യ. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ തന്നെ പറ. എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. എന്താ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം? ഞാൻ അറിയാത്ത പ്രോബ്ലംസ് വല്ലതും ഉണ്ടോ? ഇനി എന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിനക്ക് നിന്റെ ചേട്ടത്തിയോട് പറയാം. അവൾ നിന്നോട് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതെ വാ തുറന്ന് എന്തെങ്കിലും പറ. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. പറഞ്ഞു മനസ്സിലാക്കി ചേരാൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. മുമ്പായിരുന്നെങ്കിൽ തലയ്ക്ക് അസുഖമാണെന്നെങ്കിലും പറയായിരുന്നു. ഇപ്പൊ അതുമില്ല. എനിക്ക് പ്രാണില്ല. എവിടെ നോക്കിയാണോ ഓടിക്കുന്നത്? വണ്ടി വരുന്നുണ്ടൂടെ? സാറേ ഇത് സാറും കീറുന്നൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഇടിച്ചിരുന്നെങ്കിലേ തന്റെ പൊടി പോലും കാണില്ല. സാറേ ഇത് വൺ വേ ആണ്. താൻ എന്നെ ട്രാഫിക് നിയമം പഠിപ്പിക്കുക? അതൊക്കെ എനിക്കറിയാം. ഞാൻ കുറെ കാലം ഇതിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങോട്ട് മതി, കൂടുതൽ ചൂടാവണ്ട. ഞങ്ങള് കണ്ടതല്ലേ, ഓട്ടോ ഡ്രൈവറോട് ദേഷ്യപ്പെട്ടൊന്നും കാര്യമില്ല. ഇതെന്താ ഹിമാലയൻ റാലിയാണോ? മത്സരിച്ചോടാൻ. ഒരു നിമിഷം ഒന്ന് തെറ്റിയെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു നിങ്ങൾക്ക് അറിയാമോ? തനിക്ക് ആരാ ഡ്രൈവിംഗ് ലൈസൻസ് തന്നത്? സിറ്റി സ്പീഡ് ലിമിറ്റ് അറിഞ്ഞൂടെ?
അതും വൺവേയിൽ കൂടി വന്നിട്ട് ഡ്രൈവിംഗ് അറിയാഞ്ഞിട്ടാണോ വണ്ടി എടുത്തോണ്ട് ഇറങ്ങിയത്? കൊണ്ടിടിക്കാൻ വന്നിട്ട് ബ്ലെയിം എല്ലാം പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരന്റെ മേല്. ആവശ്യമില്ലാത്ത ഓവർ സ്മാർട്ട്നെസ് കാണിക്കരുത്. കംപ്ലൈന്റ് വല്ലതുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്ക്. വാ പോവാം. ഈ ഹോട്ടലിൽ നിന്നാണ് സാർ എന്റെ തുടക്കം. വെരി ഗുഡ്. ഹരി എങ്ങനെയുണ്ടോ? സുഖല്ലേ? ഇങ്ങനെയൊക്കെ. ഡേവിസേട്ടനില്ലേ ഇവിടെ? ഇല്ല, നെയ്റ്റാ. ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. സാറിന് അറിയില്ലേ, കോരയിൽ എംഡിയാ. നമസ്കാരം സാർ. ഇപ്പൊ അവർക്കൊക്കെ എന്നോട് വലിയ മതിപ്പായിരിക്കും. കാരണം ഞാൻ സാറിന്റെ കൂടെ ഇരുന്നല്ലേ അടിക്കുന്നത്. അതും ഞാൻ ജോലി ചെയ്യുന്ന ബാറിൽ. എനിക്ക് അങ്ങനെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. ഏത് അലവലാതെയുമായി ഞാൻ കൂടും. ദാറ്റ്സ് മൈ നേച്ചർ. എന്റെ കംപ്ലീറ്റ് ചിന്തയും ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിലാണ്. കോരയുടെ ഭാവിയെ പറ്റി തനിക്കും തോന്നുന്നു? ശോഭനമായിരിക്കും സാർ. ശോഭനമായിരിക്കുമല്ലോ. അപ്പൊ ഓരോന്ന് വീക്കാം. ഗുരുമേ കുശലം ഗുരുവിന്ദ നീപദം നിരുപമ സംസാര നിരതി വരബോധ നാരദം നാരദ മുഖമുനി നിഗര കേയ ചരിത നാരദ മുഖമുനി ധനിസ പദനിസ സനിത പമ നാരദ മുഖമുനി നാരദ മുഖമുനി നിഗര കേയ ചരിത പാലയമാശീല പാപജാ ഭഗവൻ കൃപയാ പാലയ ചൗരേ കരുണാര സവാസ കലുഷാതി വീരയമ കൃപയാ പാലയ ചൗരേ സരിഗമ പദനി സനിത പമ ഗരിഗമ കൃപയാ പാലയ സാ സത്സ സനി സരി ഗമ ഗരി 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 സനി രി സനിത പമ ഗരിഗമ കൃപയാ പാലയ ചൗരേ അല്ല, ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. അയ്യോ, സമയം കിട്ടണ്ട ആന്റി. ഈ ഡെപ്പോസ്റ്റേഴ്സിന്റെ വരവ്, പോക്ക്, തിരക്ക്, ബഹളം. കയ്യിൽ എന്തുവാ? സമ്മാനപ്പൊതിയോ മറ്റോ ആണോ? എന്ത്? അല്ല, മറ്റേ കയ്യിൽ. ഒന്നുമില്ല. ഓ, അപ്പൊ അതാണ് സാധനം. എന്റെ പൊന്നു കുഞ്ഞെ, ആന്റി ഇത് എത്ര കണ്ടതാ. എന്നെ വിളിക്കാൻ ഒന്നും നോക്കണ്ട. നീയെങ്കിലും നന്നായി വരുമെന്ന് വിചാരിച്ചു. അങ്ങേരോ പോയി. അയ്യോ ആന്റി, ആന്റി എന്താ ഈ പറയുന്നത്? എന്താടി അവനൊരു ഗുണദോഷം. നമസ്കാരം അങ്കിൾ. ഞാൻ അങ്കിളിനെ കാണാനാ വന്നപ്പോ ആന്റി ഇങ്ങനെ കണ്ട് സംസാരിച്ചു. ഞാൻ ആ കുളിമുറിയിലെ ടാപ്പടയ്ക്കാൻ വിട്ടുപോയി. ഞാൻ കേട്ടൊരു ശബ്ദം.
ഒന്നും നടക്കണേ. വെടിച്ചിരിക്കാൻ പോയ അടക്കണേ, വെള്ളത്തിന് ക്ഷാമമുള്ള കാലം. ചെല്ലു പോ. അവക്ക് പിടി കിട്ടി കാണുമോ? ഏയ് കണ്ടു കാണാൻ വഴിയില്ല, കാരണം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തില്ല പിടിച്ചെങ്ങനെ. പിടി കിട്ടിയാ ഇവിടെ ഇടിനാശം അറിയോ? ഇത് മിലിറ്ററി സാധനമാണല്ലോ. എവിടെ നിന്ന് സംഘടിപ്പിച്ചു? അതൊക്കെ സംഘടിപ്പിച്ചങ്ങളെ. ടിവിയിൽ അമ്മൂന്റെ ഡാൻസ് പ്രോഗ്രാം കണ്ടു. കണ്ടാ? പെർഫോമൻസ് നന്നായിരുന്നു. ടിവിയിലെ പിന്നെ ഓട്ടോറിക്ഷയിലെയും. കൺഗ്രാറ്റ്സ്. വരട്ടെ. ഹലോ, താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്സ്. എന്നാലും ഇത് ശുദ്ധ ബോറായിപ്പോയി. കോംപ്ലിമെന്റ്സിന് ശേഷം ഒന്ന് സ്വയം പരിചയപ്പെടുത്തുക എന്നത് ഒരു ഫോർമാലിറ്റിയാണ്. നമ്മൾ ആരാണെന്ന് പറഞ്ഞില്ല. ഞാൻ ഒരു സൈക്കിക് കേസിന്റെ എല്ലാ ലക്ഷണവും ഉണ്ട്. അതെ, ആയിരുന്നു. നിനക്കറിയാമോ അയാളെ? അറിയാം. ഞാൻ ഇയാളെ ആദ്യം കാണുന്നത് ചേട്ടന്റെ മെന്റൽ ഹോസ്പിറ്റലിൽ വെച്ചാ. എല്ലാത്തിനെയും ഞാൻ കൊല്ലും. I'm not mad. I'm not mad. I'm not mad. Get up, run! Get up! പിന്നീട് ഒരിക്കൽ വീട്ടിൽ വന്നിരുന്നു ചേട്ടനെ കാണാൻ. Don't worry, man. Believe me, you are absolutely normal. പഴയ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന it may cause more troubles. Stick to my prescription and have a good time. അടുത്ത ആഴ്ച എന്നെ ഒന്ന് കാണാൻ മറക്കണ്ട. ഗുഡ് ലക്ക്. രക്ഷപ്പെടാൻ മാർഗം നോക്കിയോ? ഡെപ്പോസിറ്റേഴ്സ് അവര് ഡെസ്പറേറ്റ് ആയിട്ടാ വന്നിരിക്കുന്നത്. അയ്യോ എന്റെ പൊന്നു കോലച്ചേട്ടാ, നാട്ടുകാരുടെ കാശെടുത്ത് റബ്ബർ എസ്റ്റേറ്റ് മേടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ റബ്ബർ ഷീറ്റ് മുതുകി കെട്ടി വെച്ച് നടക്കണം. അങ്ങനെയായിരിക്കും നാട്ടുകാരുടെ പെരുമാറ്റം. നമുക്ക് നേരത്തെ കോരച്ചേട്ടനെ വിളിച്ചു വെച്ചിരുന്നെങ്കിൽ പൊട്ടുമില്ലെന്ന് അറിയായിരുന്നില്ലേ? പോടോ. പെട്ടി വീണതാ. അയ്യോ, ഇവിടുന്ന് ചാടി ചിലപ്പോ കാലൊടിയും, ഇല്ലെങ്കിൽ നാട്ടുകാർ തല്ലി ഒടിക്കും. ഹലോ. ഹലോ. എന്താ ഇവിടെ? ഇതെന്റെ ഫ്രണ്ടാ, മനു വിശ്വനാഥ്. ഹലോ, ഗ്ലാഡ് ടു മീറ്റ് യു. എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ചൊന്നും. ബിസിനസ് ആണ്. സിറ്റിയിൽ എവിടെയാ? ഇവിടെ പ്രശാന്ത് നഗറിൽ. വരട്ടെ. ഓക്കെ, സീ യു.
22. വേൾഡ് ഹിസ്റ്ററി പരമപോറ്. ഏയ് താങ്കൾ കണ്ട പാവം കാണിക്കരുത് കേട്ടോ. പിന്നെ താനോട് പോയിരുന്നോ? പിന്നെ പോയിരുന്നു എന്ന് പറഞ്ഞു. ഹലോ, എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ. അമ്മു ഇവിടെ? ഇരിക്കൂ, ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, ഫ്രണ്ട്. വെറുതെ എന്തിനാ കള്ളം പറയുന്നത്? എനിക്കറിയാം ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന്. ഓൾ ഇഡിയറ്റ്സ് ആർ ഫൂൾസ് എന്ന പുസ്തകം താൻ വായിച്ചിട്ടുണ്ടോ? ഓൾ ഇഡിയറ്റ്സ് ആർ ഫൂൾസോ? അങ്ങനെ ഒരു പുസ്തകം ഉണ്ടോ? ഞാൻ ഞാൻ പോട്ടെ. ഹാമിൽട്ടന്റെ. ആ, അങ്ങേരുടെ ഐലൻഡ് ഇൻ സ്ട്രീം വായിച്ചിട്ടുണ്ട്. ബെസ്റ്റ് വർക്ക്. എന്തിനാ പാവത്തിനെ ഇൻസൾട്ട് ചെയ്തേ? എന്താ? ഒരു മണിവാടുണ്ട്. അയ്യോ, സിനിമയുടെ മാമുക്കോയ. അയ്യോ, ഞാൻ ഇക്കാന്റെ എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ട്. ഇന്നലെ കൂടി കാശിന്റെ കാര്യം പറഞ്ഞ വീഴാത്ത ഒരു പ്ലേക്കാരനുമില്ല. എനിക്കറിയാം. എത്ര നാളായി മാമൂനെ ഒന്ന് നേരിട്ട് കണ്ടിട്ടല്ലേ? നേരിട്ട് കാണാൻ ഗ്ലാമർ അല്ലേ? തമാശ പറയാതെ. ഒന്നും പറയണ്ട, എനിക്ക് എന്റെ കാശിപ്പോ കിട്ടണം. ഞാൻ കഷ്ടപ്പെട്ട് ലൈറ്റിന്റെ ചൂടത്തുനിന്നുണ്ടാക്കിയ പൈസ. ആ, ലൈറ്റ് ഭയങ്കര ചൂടാ ലൈറ്റിന്. നീ ലൈറ്റിന് മുമ്പ് നിന്നിട്ടുണ്ടോ? ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോ ഫോട്ടോ എടുക്കാൻ വേണ്ടി ലൈറ്റിന്റെ ആവശ്യമില്ലാത്ത വർത്താനം പറയുന്നത്. എന്റെ കാശ് ഇപ്പൊ തരണം. ആഹാ, നല്ല സഫാരി. ഇതെന്താ ഇതെന്റെ അല്ല, സിനിമ ഡ്രസ്സാ. നേരം വെളുക്കുന്നത് വരെ മെരിലാൻഡിൽ ഷൂട്ടിംഗ് ആയിരുന്നു. അവിടുന്ന് വരുന്ന വഴിയാ. നോക്ക്, മേക്കപ്പ് പോലും ആവശ്യമില്ല. ഇനിയിപ്പോ കണ്ണൂർക്കും പോകണം. അതുകൊണ്ടാ മാമു ഇരിക്കാൻ കസേരയില്ലല്ലോ. നീ വരേണ്ട ചായ ഇട. എനിക്ക് നിങ്ങൾ ചായയും വേണ്ട കസാരയും വേണ്ട. എനിക്ക് വേണ്ട എന്റെ കാശാ. ഓ, എന്നൊരു കാര്യം ചെയ്യും. ഗോപാലിന് 200 രൂപ മേടിച്ചോണ്ടോ? ഏത് ഗോപാൽ? എനിക്ക് കടം തരാനുള്ളോ? അയാളോ? അപ്പൊ കോശീരാനുള്ള 10,000. കോശീരാനുള്ള 10,000 രൂപ ഞാൻ മേടിച്ചോളാം. ഈ വേഴ്സിലോ? ഡ്രസ്സൊക്കെ ഇത് മതി. മാമു ഇവിടെ തന്നെ ഇരിക്കും. കണ്ണട ചുറക്കുന്നു. ഞാൻ പോയിട്ട് വരാം. അങ്ങനെ അങ്ങ് പോയാലോ? എന്റെ അടുത്ത് ഈ വക പണിയൊന്നും നടക്കണ്ട. ഞാൻ കോഴിക്കോട്ടുകാരനാ. മാമു കൈയ്യട്. ഇല്ല, എന്റെ കാശ്. അതിന്റെ ബ്ലേഡ് പൊട്ടിയില്ലേ? തന്നോട് ആരും പറഞ്ഞാൽ അതുകൊണ്ട് കാശ് ഇടാൻ? അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് എന്റെ കാശ് ഇപ്പൊ കിട്ടണം. അല്ല, ഞാൻ പോലീസിനെ വിളിക്കും. എന്നാ പോലീസിനെ വിളിയിടോ? ഇത് ദേഹത്തോട്ട് കളിക്കരുത്. തൊട്ടാ എന്തോ ചെയ്യും? തൊട്ടാൽ എന്ത് ചെയ്യുന്നോ? അപ്പൊ കാണാം. ഒന്ന് തൊട്ട് നോക്ക്. തൊട്ടോ. അയ്യോ, അത് തുറക്ക്. ഞാൻ മേജറങ്ങളാ. അയ്യോ, ഞാനില്ല. എന്താണോ വാതിൽ തുറക്കാൻ ഇത്ര താമസം? ഞങ്ങളപ്പുറത്ത് ചായ ഇടുമായിരുന്നു. കാപ്പിയല്ലേ? കാപ്പി. ബ്രൂ ബ്രൂ ബ്രൂ. ഒരു ഗ്ലാസ് എടുക്കട്ടെ? ഈ സമയത്ത് ആരാടാ ബ്രൂ കുടിക്കുന്നല്ലേ? എങ്ങളെ ബ്രൂ അല്ല, വിഷമുണ്ടേ കുറച്ചിങ്ങതാ. മോടെ പേരിൽ കിടന്ന കാശ് തള്ളെ അറിയാതെയാ നിനക്ക് വേണ്ടി ബ്ലേഡ് ഡെപ്പോസിറ്റ് ചെയ്തത്. സംഭവം ഇപ്പൊ അവൾ അറിഞ്ഞു. എനിക്കവിടെ കിടക്കപ്പുറത്ത് ഇല്ലാതായി. 2 കുപ്പി സാധനമുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഏതായാലും ഇതുകൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. താൻ കിടന്ന മുറിയാണെ അവള് പൂട്ടുകയും ചെയ്തു. എന്തിനാ? അങ്കിൾക്ക് തന്നാ മതി. ഞാൻ അപ്പുറത്തെ ഷെൽഫിൽ വെച്ചേക്കാം. വേണ്ട, ഇതിനകത്ത് വെച്ചാൽ മതി. അതിനകത്ത് മുഴുവൻ ചെതല. ഇരുമ്പ് സേഫ് ചെതല്. ഇരുമ്പ് ഫിനിഷിങ്ങാ, പക്ഷെ സാധനം തടിയാ. എവിടെയെങ്കിലും വെച്ചോ, പിന്നെ വരാം. എന്റെ അടുത്ത് വേല ഇറക്കരുത്. ഞാനറിയാ എടുത്ത് കുടിച്ചു കളയരുത്. ഇല്ല. രക്ഷപ്പെട്ടു. എവിടെ രക്ഷപ്പെടാൻ?
പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോ പന്തവും കുത്തി പട എന്ന് പറഞ്ഞ പോലായി. പണ്ട് പോലീസിനെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു, ഇപ്പൊ CBI CID. കൊലപാതകമാ. എന്റെ മാമുക്കോയെ നിനക്ക് കേറി വരാൻ കൊണ്ടൊരു നേരം. ശവത്തെ കുത്തി നോവിക്കാതെ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് ചിന്തിക്ക്. ഭരതംപിള്ള, അതെ, ഭരതംപിള്ളയ്ക്ക് മാത്രമേ ഇനി നമ്മളെ രക്ഷിക്കാൻ കഴിയൂ. ഇതാരപ്പാ? നമസ്കാരം സ്വാമികളെ. എഴുന്നേക്കു വത്സേ. ഞാൻ മത്സ്യല്ല, അവള് കഴിഞ്ഞ ആഴ്ച പോയി. വേറെ പുതിയൊരു സാധനം എത്തിയിട്ടുണ്ട്. അയ്യോ, ഞങ്ങൾക്ക് ഭരതംപിള്ളയാണ് കാണേണ്ടത്. ഭാരതംപിള്ള ചേട്ടനോ? അയ്യോ, നേരം വെളുക്കണവർ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ചാപ്പിൽ എന്തരോ കേസുകൾ ഒതുക്കാനുണ്ടെന്നും പറഞ്ഞ് അവിടുത്തെ പയ്യൻ വന്ന് വിളിച്ചോണ്ട് പോയി. അയ്യോ, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? സ്വാമിമാരി അകത്തോട്ട് കയറി ഇരിക്കും. മേലാൽ ഈ പരിസരത്ത് കണ്ടുപോകരുത്. പോയിക്കോ. എന്റെ രുദ്രാക്ഷം. സ്വാമിമാർക്ക് എന്താ ഷാപ്പി കാര്യം? ഞാൻ സ്വാമിയല്ല, വെടിങ്കി വെങ്കിടി. ആഹാ, കോരയുടെ ബ്ലേഡ് പൂട്ടിയപ്പോ വേഷം മാറി നടക്കുകയാണല്ലേ? അയ്യോ, ഒന്ന് പതുക്കെ പറയട്ടെ, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാം. 100 അടിക്കണോ? വേണ്ട, 2 അടിച്ചത് ഞങ്ങൾ കണ്ടു. ചേട്ടൻ ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. എന്താ പ്രശ്നം? ചേട്ടൻ ഞങ്ങളുടെ കൂടെ ഒന്ന് വരണം. മാമുക്കോയ, സിനിമാ നടൻ ഗഫൂർ ക ദോസ്ത്. ഇയാൾ എന്തിനാ ഇതിനകത്ത് കയറിയേ? കേറിയതല്ല, കേറ്റിയതാ. എന്തിനാ? ശവം കുഴിച്ചിടണം. ഒറ്റ കുഞ്ഞു പോലും അറിയാതെ. അപ്പോ കൊലപാതകം ഒതുക്കണം അല്ലേ? റേറ്റ് കൂടും. സിനിമാ നടനാവുമ്പോ വളരെ വളരെ കൂടും. എന്ത് വേണമെങ്കിലും തരാം. ചേട്ടൻ ഞങ്ങളെ രക്ഷിക്കണം. കൊല്ലുന്നതിന് സത്യം പറഞ്ഞ റേറ്റ് കുറവാ, കുഴിച്ചു മൂടുന്നത് അതുപോലെയല്ല. എന്താ വേണമെന്ന് വെച്ചാൽ പറഞ്ഞാ മതി. 10 രൂപയുടെ പ്രശ്നമല്ലേ ഉള്ളൂ, കൊടുക്കാല്ലേ? 10 എന്ന് പറഞ്ഞാൽ 10,000. അത് കുറച്ച് കടന്ന കൈയായി പോയി ചേട്ടാ. ഒന്ന് മാറിനേ, ഒന്ന് മാറിനേ. എനിക്ക് ഒരു സൂപ്പർ സ്റ്റാറിന്റെ ശവം കുറിച്ചുണ്ട്. ചേട്ടാ 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 എങ്ങനെങ്കിലും ഒന്ന് തിരിച്ചു തിരക്കുള്ള സമയം അലക്കല്ലേ. നമുക്കൊരു 5000-ൽ ഒതുക്കാം. 9, 8, 8.5, 8.5 ഒരു തരം, 8.5 2 തരം, 8.5 3 തരം. ഉറപ്പിച്ചു. നീ വിട്ട് കഞ്ഞക്കല്ലേ, വിട്ട. ഞാൻ രാത്രി വരാം. ദൂരെ കീഴെ കുതിച്ചു ഒരു മാണിക്ക ചെമ്പഴുക്ക, ഞാനിങ്ങെടുത്തു വെച്ചേ ഈ വെറ്റിലെ താമ്പാളത്തിൽ, ഞാനിങ്ങെടുത്തു വെച്ചേ ഈ വെറ്റിലെ താമ്പാളത്തിൽ. ദൂരെ കീഴെ കുതിച്ചു ഒരു മാണിക്ക ചെമ്പഴുക്ക, കര കാണ കടലല മേലെ മോഹത്തിൻ കുരുവി പറന്നു, അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നു, എലുംതിൽനലീണം പാടിവാവാ. തെയ്യന്താര തെയ്യന്താര തെയ്തും അറബിക്കടലിളകി വരുന്നു, ആകാശപ്പൊന്നു വരുന്നു, ആലോലം തിരകളിലെ അമ്മാന വഞ്ചീവേ, അരുമപ്പൂമീനേ വാ ഭൂമീനേ വാ വാ, അറബിക്കടലിളകി വരുന്നു ഇടിക്കല്ലടാ ശവേ. നീ ഇതിനൊന്ന് കെട്ടിനെടുക്കണെങ്കിൽ ദേ പോണു മുതല്. ഓ ഇതിനെ എല്ലാണെങ്കിലും നല്ല തൂക്കം കേട്ട പിശാചി. എടാ മാമുക്കോയെ, മാമു നിന്നെനിക്കിഷ്ടാ. നീ ആ നാടോടിക്കാറ്റിലെ മോഹൻലാലിനെയും ശ്രീനിവാസിനെയും ഗൾഫിൽ വിടാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചില്ലേ? അതെ, ശ്രീനിവാസനെ നീ വിട്ടേക്ക്, അവൻ തെണ്ടിയാ, അവനെനിക്കിഷ്ടല്ല. അന്ന് എനിക്കറിയാം നീ എന്നെങ്കിലും എന്റെ കയ്യിൽ വരുമെന്ന്. ഗഫൂർ ക ദോസ്ത്. ശവത്തിന് എന്തിനാ കൂളിംഗ് ഗ്ലാസ്? അതിന് പോരട്ടെ.
ആറടി മണ്ണിൽ നീറിയൊടുങ്ങും. വാച്ചൊക്കെ കെട്ടിപ്പോ കല്യാണത്തിന് കൊണ്ട കാര്യമൊന്നുമില്ല നിനക്ക്. തിലകം ചാർത്തി ചീകിയു മഴക. ഓ പിന്നെ തിലകം ചാർത്തണ്ട ഒരു മോന്ത. അങ്ങ് പോട്ടറാ. ഏയ് ഇതെന്താ ഈ ശവം എങ്ങനെ പെരുമാറണേ? അങ്ങനെയാലും പറ്റില്ല. എന്താണ്ടത്? എന്ത് ഇതെന്താന്ന്? ഈ കോര ആൻഡ് കോര ഫിനാൻസിയേഴ്സിന്റെ ഓഫീസ് എവിടെയാണെന്ന് അറിയാമോ? ആ നേരെ കാണുന്ന പെട്രോൾ ബങ്കില്ലേ, അത് തൊട്ടപ്പുറത്ത്. പോവാണോ? ഞാൻ എക്സിബിഷൻ, പെയിന്റിംഗ്, അമ്മൂനെ കാണാൻ വന്നതല്ല. ഹരി അറിയില്ലേ? അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. അച്ഛനിപ്പോ അവിടെയാണല്ലേ കമ്പനി കൂടുന്നത്. കള്ളം പറയണ്ട, അമ്മയോട് ഞാൻ പറയാൻ പോണില്ല. എന്തേ വീട്ടിലേക്ക് വരാത്തത്? എങ്ങനെ വരാനാ? പുറത്തിറങ്ങാൻ പറ്റണ്ടേ? ഒരാഴ്ചയെ ബ്ലേഡിൽ ജോലി ചെയ്തുള്ളെങ്കിലും ഇവിടെ സിറ്റിയിലുള്ള ഒരു 50 റെപ്പോസ്റ്റർമാരെങ്കിലും പരിചയപ്പെട്ട് കാണും. അവരാരെങ്കിലും എന്നെ പുറത്തു വെച്ച് കണ്ട. പിന്നെ വീട്ടിലേക്ക് വരാനാണെങ്കിൽ ആന്റി എങ്ങനെ ഫേസ് ചെയ്യുന്ന വെച്ചിട്ടാ. അമ്മയ്ക്ക് ആദ്യമൊക്കെ ദേഷ്യായിരുന്നു, ഇപ്പൊ അത് മാറിയെന്ന് വെച്ചാ മാറ്റിയെടുത്തു. എന്താ അടുത്ത പ്ലാൻ? പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് നാളുകൂടി നോക്കണം. ഇവിടെ വിട്ടു പോകാനാണെങ്കിൽ മനസ്സും വരുന്നില്ല. അമ്മനറിയാലോ. ഇനിയിപ്പോ എന്നാ വീട്ടിലേക്ക് വരിക? സത്യം പറഞ്ഞ ഹരി പോയതിനു ശേഷം വീട് ഉറങ്ങിയതുപോലെ. ഹരി ഉണ്ടായിരുന്നപ്പോ സമയം പോയത് അറിഞ്ഞിരുന്നില്ല. റിയലി ഐ മിസ് യു. റിയലി ഐ മിസ് യു അല്ലേ? നീ ഭാഗ്യവാൻ. ബ്ലേഡ് പൊട്ടിയെങ്കിലും നിനക്ക് ഇങ്ങനെ ഒരു സ്കോപ്പെങ്കിലും ഉണ്ടല്ലോ. നീ അവളോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഏയ്, സമയമായിട്ടില്ല. സമയമായിട്ടില്ല പോലും. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ, ആ പട്ടാളം എങ്ങാനും ഇത് അറിഞ്ഞാൽ നിന്റെ പൊടി പോലും കാണില്ല. അതൊന്നുമല്ല, അങ്കിൾ എന്നോട് വലിയ കാര്യമാണ്. അത് പോരല്ലോ, അവൾക്ക് കൂടി ഈ കാര്യം തോന്നണ്ടേ? അവളും എന്നെ പോലെ കാത്തിരിക്കുകയാവും എല്ലാം പറയാൻ. എന്നാലൊരു കാര്യം ചെയ്യും, രണ്ടുപേരും കൂടി മനസ്സ് വെച്ചോണ്ടിരിക്കാതെ പരസ്പരം കംപ്ലീറ്റ് പറഞ്ഞ്
പട്ടാളത്തിനോടും കംപ്ലീറ്റ് പറഞ്ഞേ കല്യാണമൊക്കെ നടത്തി കിടന്നുറങ്ങടേ. വരദംപിള്ള ഈ കവലയിലുള്ളപ്പോ ഇവിടെ ഇങ്ങനെ ഒരു കൊലക്കേസ് ഉണ്ടായാൽ വരദംപിള്ളയ്ക്ക് അതിന് നാണക്കേട്. സത്യം പറയടാ, നീയാണോ? അല്ല. എത്ര കൊല മോഷ്ടിച്ചടാ? 2 എണ്ണം. വിറ്റ് കിട്ടിയ കാശ് എവിടെ? എന്റെ ഇല്ല. കേട്ടു ഞാൻ. എവിടാ എടുക്കണ കാശ്? നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ, വല്ല ജോലി ചെയ്ത് ജീവിച്ചുള്ള തെണ്ടികളെ. എന്തിനാടാ കത്തി? എന്തേ കത്തി എന്തിനാന്ന്? കത്തി നഖം വെട്ടാനാ ഉപയോഗിക്കണേ. ഇവർക്ക് നഖം വെട്ടണം എന്ന് പറഞ്ഞു. സാറിന് നഖം വെട്ടണ? ഒന്നുകൂടെ തന്നെ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ കവലയിലെ റൗഡിയാണ്. ആരെങ്കിലും ഒരാളെ എന്നെ കൈവച്ചാ പിന്നെ ഈ നാട്ടുകാര് തെണ്ടികൾ മുഴുവൻ എന്നെ പന്ത് കെട്ടി കളിക്കുന്ന പോലെ കളിക്കും. സാറിന് ഇപ്പൊ എന്താ വേണ്ടേ? വെങ്കടി അറിയാം? പിന്നെ എന്ത് വെങ്കടി അറിയാണ്ട്? വെങ്കടി ഞാനും തമ്മിൽ കുട്ടിക്കാലം മുതൽ ഞങ്ങൾ ഈ പ്ലേഡ് കമ്പനി പൊട്ടിയിട്ടുള്ള വെങ്കടിയാണോ? ആ, അയാളെ എനിക്കറിയില്ല ഏട്ടാ. താൻ ആദ്യം അറിയാമെന്ന് പറഞ്ഞു, പിന്നെ ഇപ്പൊ അറിയില്ലെന്ന്. ആദ്യം അങ്ങനെ പറഞ്ഞ എന്താ അങ്ങനെ പറഞ്ഞേ? എന്നാ ഇവിടെ നിക്ക്. എല്ലാം കൂടെ വരാം. വേണ്ട, ഇവിടെ നിക്ക്. ഞാൻ പോയിട്ട് വെങ്കടി വിളിച്ചിട്ട് വരാം. ആപ്പാ. അത് വേണ്ട, സാറിന്റെ ആരോഗ്യസ്ഥിതിക്ക് പോവാൻ പറ്റില്ല. ഒക്കെ വളരെ ചെറിയ റോഡാണേ. മാത്രമല്ല ഇവരെയൊക്കെ നോക്കണ്ടേ. ഇവിടെ നിക്കട്ടാ. ചാരി ഇന്ന് മരം മറിച്ചിടരുത്. എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല, ഞാൻ ഒന്നും ഉറങ്ങാൻ കിടന്നതാ. ഞാനിങ്ങ് കംപ്ലീറ്റ് പേടിച്ചു. എന്നാ ചേട്ടൻ കിടന്നോ? ദേ തന്നെ ഒരാൾ അന്വേഷിച്ചു. എന്നെയോ? ആ. അയ്യോ, ആരാ ചേട്ടാ? ഞാൻ ആദ്യമായിട്ടാ കാണണേ. ഡെപ്പോസിറ്റ്മാർ വല്ലവരും ആയിരിക്കും. കണ്ടാൽ ആളെങ്ങനെയാ? മെലിഞ്ഞിട്ട് താടിയൊക്കെ വെച്ചിട്ട് ആകപ്പാടെ ഒരു കുട്ടിയാനെ പോലെ ഇരിക്കും. അയ്യോ, ആ മാമൂക്കയുടെ ആള് പകരം ചോദിക്കാൻ വന്നാണോ? ആയിരിക്കും. അയ്യോ, എന്താ തനിക്ക് പേടിയുണ്ടോ? ഇല്ല. താൻ ധൈര്യമായിട്ട് ചെല്ലടോ. ഞാൻ പോണില്ല. എന്നാ അയാൾ ഇങ്ങോട്ട് വരും. ചേട്ടനും കൂടി വാ. അയ്യോ, എനിക്കിപ്പോ ഉറക്കം വരണം. എനിക്ക് ഉറക്കം വരണം. ഉറക്കം. താൻ ചെന്നില്ലെങ്കിൽ പ്രശ്നം വലുതാവും. വലുതാകട്ടെ. അയാൾ പോലീസിനും കൂട്ടി ഇങ്ങോട്ട് വരും. മാമുക്കോടെ കൊലപാതകം തെളിയും, പിന്നെ ജയിൽ. അയ്യോ, എടോ താൻ ചെല്ലേ. ആണുങ്ങളായ കുറച്ചൊക്കെ ധൈര്യം വേണം. ഞാൻ പോയി വരാൻ ചേട്ടാ. എന്നാ ഒരു കാര്യം ചെയ്യും, മാമുക്കോയെ കുഴിച്ചിട്ടുള്ള വകയിൽ ബാക്കി കാശ് തന്നിട്ട് പോ. ഇനിയിപ്പോ നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരില്ല. ജീവനുണ്ടെങ്കിൽ തിരിച്ചു വന്നാൽ ഉടനെ ഞാൻ തരാം. ജീവനൊന്നും ഉണ്ടാവില്ല. ശപിച്ചു വിടല്ലേ ചേട്ടാ. പോടാ. നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ ചെയ്തു. ഇനി അവരായി അവരുടെ പാടായി. പണം ഇനി ഉണ്ടാവും. ആ തടിമാന്റെ കൈ പെട്ട എന്റെ ജീവൻ പോവും. ഇവന്റെയൊക്കെ ജീവനൊരു വിലയില്ലേ? പോട്ടെ, ചത്തു പോട്ടെ. ഞാൻ ഉറങ്ങാൻ പോവാ. ഉറക്കം വരുന്നില്ലല്ലോ ദൈവമേ. ഒരു 300 അടിക്കാൻ കാശുണ്ടെങ്കിൽ ഇപ്പൊ സുഖമായിട്ട് ഉറങ്ങായിരുന്നു. വെങ്കടേശ്വര സ്വാമി. സ്വാമിക്ക് വെങ്കടി അറിയോ? അറിയാനുള്ള ശ്രമത്തിലാണ്. അവൻ സർവവ്യാപിയല്ലേ ഉണ്ണി. തൂണിലും തുരുമ്പിലും മാത്രമല്ല, കംപ്ലീറ്റ്. കോരാൻ കോരയിലെ മാനേര് വട്ടര്. വെങ്കടി ദൈവമല്ലല്ലേ? ഉണ്ണി അവനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണണം. അവനെ ഞാൻ കണ്ടിട്ടേ പോകുന്നുള്ളൂ. എന്തിനാ കാണുന്നേ? കുറച്ച് കാശിന്റെ ഇടപാടുണ്ട്. ഒന്നിനോടും ആർത്തി പാടില്ല, പ്രത്യേകിച്ച് പണത്തിനോട്. അതിനെ ഇനി മറന്നേക്കു വത്സ. അത് ഞാനും വെങ്കടിയായിട്ട് ആലോചിച്ചോളാം. അവനെ ഒന്ന് കൈ കിട്ടട്ടെ. അമ്മേ ഭഗവതി, ഒരു വെങ്കടിയെ എനിക്കറിയാവൂ. സാക്ഷാൽ വെങ്കടാചലപതി. ഓം ശാന്തി ശാന്തി. സ്വാമി ഈ ചുറ്റുവട്ടത്തൊക്കെ തന്നെ കാണുമല്ലോ. ഇല്ല, നാളെന്നോം ഹരിദ്വാറിലോട്ട് പോവാണ്. അയാളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പക്ഷെ
പക്ഷെ എന്നെ അങ്ങേരുടെ കൈ കിട്ടിയ എന്റെ ഒരൊറ്റ എല്ല് പോലും ബാക്കി ഉണ്ടാവില്ല. എന്തൊരു ശരീരം. നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ദൂരെ ദൂരെ ആർക്കും തിരിച്ചറിയാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക്. അവിടെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. അപ്പൊ കാശ് തരാതെ മുങ്ങാൻ നോക്കാം. അതിന് കാശ് എന്തിനാ? എന്റെ കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം, ഇല്ലെങ്കിൽ 2 ശവം കൂടി മാമുക്കോടെ കുഴി വീഴും. അയ്യോ, എടുക്കണ കാശ്. എടാ എത്ര കഷ്ടപ്പെട്ടാ ഞാൻ കുച്ചിട്ടെന്നറിയോ? എന്റെ പൊന്നി ഏട്ടാ ചതിക്കരുത്. കാശ് തരാം. എപ്പ തരും? വൈകിട്ട്. രാത്രി. രാത്രിയില് തരാം. കൊടുക്കാം. വൈകിട്ട് കൊടുക്കാൻ രാത്രി. എവിടെ കാശ്? വൈകിട്ട് കൊടുക്കാൻ. എപ്പ തരും? വൈകിട്ട്. ഏതെങ്കിലും ഒരു സമയം പറ. രാത്രി. രാത്രി കൃത്യം 8:30 മണിക്ക് ഞാൻ വരും. കാശ് റെഡിയാക്കി വെച്ചോളാം. മനസ്സിലായല്ലോ? സംശയമൊന്നുമില്ലല്ലോ? ഒരു സംശയമില്ല. വൈകിട്ട് എവിടെ നിന്നാ നീ കാശ് കൊടുക്കുന്നത്? രാത്രി താൻ എവിടെ നിന്ന് കൊടുക്കാൻ പോണത്? തെണ്ടി, നിന്റെ മരമോന്ത കണ്ട പിന്നെ ഞാൻ കംപ്ലീറ്റ് കുളം തോണ്ടിയത്. എന്റെ ബ്ലേഡ് പൊട്ടി. ചേട്ടാ അനാവശ്യം പറയരുത്. അനാവശ്യം പറഞ്ഞാൽ നീ എന്ത് കൂടാ? എന്റെ സ്വഭാവം മഹാ ചീത്തയാ. നന്നാക്കാൻ നിന്റെ മറ്റവനെടുത്തെന്ന് പറ. ഇന്ന് അവസാനത്തെ ദിവസമാണ്. രാത്രി വരദം പിള്ള വരും. അതിനു മുമ്പ് നമുക്ക് ഇത്തിരി വിഷം മേടിച്ച് കഴിച്ചാലോ? വിഷം നമ്മള് കഴിക്കാനോ? കമ്പക്കെട്ടിന് തീ കൊളുത്തിയപ്പോൾ എന്റെ ശരീരം വിറച്ചു. അങ്കത്തട്ടിലേക്ക് പോകുമ്പോഴാണ് ഞങ്ങൾ കമ്പക്കെട്ടിന് തീ കൊടുത്താറ്. അമിട്ട് 3 നിലയിൽ പൊട്ടി. അമ്മാവൻ ചന്തുവിനെ ഞാൻ ഓർത്തു. 4 നിലയിൽ വെടിപൊട്ടി. ഞാൻ എന്റെ അമ്മായി ഉണ്ണിയാർച്ചയെ ഓർത്തു. പെട്ടെന്നൊരു ആരവം കേട്ടു. ചിന്നിച്ചിതറുന്ന ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നു അവൻ, തൃശൂക്കാരൻ വാറുണ്ണി, ഒരു കരാട്ടക്കാരൻ. ഞാൻ ഗർജിച്ചു, മോനെ വാറുണ്ണി, തച്ചോളി തറവാട്ടിലെ അവസാനത്തെ കണ്ണിയായ ഞാൻ നിന്നോടങ്ങ് മുറിച്ചിരിക്കുന്നു. മേളം മുറുകി. കളരി ദൈവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ചാടിക്കെട്ടിച്ചവട്ടി കുട്ടിച്ചവട്ടി ഇടത്തു വലത്തേ തിരിഞ്ഞ് ചാടി വലിഞ്ഞമർന്ന് കത്തിയെടുത്ത് കുത്തി പുഴയിൽ തള്ളി. അയ്യോ, പിന്നെ ഒരു തീപ്പെട്ടി വേണം. ആ കാശിരിക്കുന്ന പെട്ടിയുടെ പുറത്ത് 3 തീപ്പെട്ടി ഇരിപ്പുണ്ട്. അതിൽ നല്ലത് നോക്കി ഒരെണ്ണം ഇവിടെ. അപ്പൊ എല്ലാം റെഡിയാണല്ലോ? കംപ്ലീറ്റ്. എന്തേ? അല്ല, ഒന്നുമില്ല, പ്രൈവറ്റാ. എന്റെ 2000 രൂപയിൽ നിന്ന് 500 എടുത്ത് മാറ്റിയിട്ട് ആ 4000ന്റെ റബ്ബർ ഒന്ന് കയറ്റി. അപ്പൊ എനിക്ക് മുഴുവൻ കാശ് തരാനല്ലേ? അത് റെഡി. ബാക്കി കാശിന്റെ കാര്യ. ഏത് ബാങ്കിലാ? പൈസ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്. കഴിക്കേ. നീ കഴിക്ക്. പ്രായം കുറഞ്ഞൊരു വേണം ആദ്യം കഴിക്കാൻ. ചേട്ടൻ തുടങ്ങിക്കോ, ഞാൻ ലാസ്റ്റ് കഴിച്ചോളാം. അയ്യേ, നീ കഴിക്കാണ്ടിരിക്കുമ്പോ ഞാൻ കഴിക്കും. എന്താ ഇനി അത്? വേണ്ട, 2 ആളും കഴിക്കണ്ട, ഞാൻ കഴിച്ചോളാം. ബ്യൂട്ടിഫുൾ. വേണ്ട, എല്ലാം ഞാൻ കുടിക്കുന്നത് ശരിയല്ല. ഇത് നിങ്ങൾ 2 പേരും കൂടി കുടിച്ചോ. കുടിച്ചടോ, കുഴപ്പമില്ല. കുടിക്കോ. നിങ്ങൾ പപ്പാതി കുടിക്കേ.
ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളൊരു തെറ്റ് ചെയ്തു. വിഷം ചേട്ടനെ കൊല്ലാൻ കൊടിയ വിഷം. അയ്യോ വിഷം. ചേട്ടന് തരാൻ കൈ കാശില്ലാത്തതുകൊണ്ട് ചേട്ടനെ കൊല്ലാൻ ഭാവികളാണ് ചേട്ടൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ, മാമുക്കോയ ചത്തിട്ടില്ല. അതേടോ, ചത്തിട്ടില്ല. മനസ്സിലായില്ല. മനുവിന്റെ ഫ്രണ്ടാ. ഫ്രണ്ട് എന്ന് വെച്ചാ കോളേജിൽ ഒത്തു പഠിച്ചവരാണോ അതോ? അതെ, കോളേജ് മെറ്റ്. ഓ, വരൂ. ഇരിക്ക. മനു ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. തിരക്കൊന്നുമില്ലല്ലോ? പോയിട്ട് കാര്യമുണ്ടായിരുന്നു. മനുവിനെ കാണുകയും വേണം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. മനു എപ്പോ വരും? അവൻ എപ്പോ വരുമെന്നോ എവിടെ പോയതാണെന്നോ ആർക്കും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, എനിക്ക് പോലും. ഞാനിവിടെ പെട്ടിയും കിടക്കെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. ഊട്ടി വരെ പോണം, കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരാൻ. അവൻ വന്ന് വീട് പൂട്ടി താക്കോൽ കൊടുത്തിട്ട് വേണം പോവാൻ. അത്യാവശ്യമായിട്ട് കാണണമായിരുന്നു. ഇനിയിപ്പോ മനു വരുമ്പം ഗോപൻ വന്നിരുന്നു പറഞ്ഞാൽ മതി. കുവൈറ്റിൽ പോയ ഗോപൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഗൾഫിലായിരുന്നല്ലേ? അതെ, വന്നിട്ട് 2 ദിവസമായുള്ളൂ. ഞാൻ പോയിട്ട് പിന്നീട് ഒരു ദിവസം വരാം. ശരി. അപ്പോഴേ വഴിയിലെങ്ങാണ് അബദ്ധവശാൽ അവനെ കണ്ട ഞാനൊരുത്തിന് ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞേക്കണം. ഓക്കെ. അപ്പോയിന്റ്മെന്റ് ഓർഡർ. അപ്പോയിന്റ്മെന്റ് ഓർഡർ. തിങ്കളാഴ്ച ജോയിൻ ചെയ്യേണ്ടതാ. സമയത്ത് എന്നെ ചെല്ലണം. കൃത്യനിഷ്ഠ. അമ്മേ, ഇതാ വീട്. വേഗം ഇറങ്ങി, ഞാൻ ആ ഓടിയ പാർട്ടി ഒന്ന് പിടിക്കട്ടെ. ഇപ്പൊ വരെ. Appointed as stenographer to join under the given conditions. അറിയാം. ആരാ വെങ്കിടി? വെങ്കിടി 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 അവന് ഹലോ. ഭാഗ്യം പോയി. അയ്യോ, എന്റെ വല്യ സാറേ, ഒന്നും ചെയ്യരുത്. താനെന്തിനാ ഓടിയേ? സാറെന്തിനാ എന്നെ ഓടിച്ചേ?
എന്റെ 5 പൈസ ഇല്ല. ബ്ലേഡ് കമ്പനി കോരാ സാറിന്റെ പുള്ളിയാ കംപ്ലീറ്റ് കാശ് കൊണ്ട് മുങ്ങി. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ നിരപരാധിയാണ് സാറേ. തന്നെ കുറച്ച് ദിവസം കൊണ്ട് അയ്യോ കത്തി 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 അയ്യോ കത്തി കത്തി കത്തിയല്ലടോ, കാശ. കോട്ടയത്തെ പീലി സാറ് തനിക്ക് തരാൻ തന്നയച്ച കാശ എന്റെ കൈ തന്നു വിട്ടതാ. ദാ വാങ്ങിച്ചോ. ഓ, ഇനി സ്വസ്ഥമായിട്ട് തിരിച്ചു പോകാമല്ലോ. ഒരാഴ്ചയായി വന്നിട്ട്. സാറേ താങ്ക്സ്. ഇത് കയ്യിലിരിക്കട്ടെ. ഞാൻ പോകുന്നേ താൻ വിഷമിക്കണ്ടാടോ. ബോംബെ പോയി കോരാ സാറിനെ ഒന്ന് കാണണം. ഒന്നുകിൽ നാട്ടുകാരുടെ കാശ് തിരികെ കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു ജോലി. രണ്ടിലേതെങ്കിലും ഒന്ന് ശരിയാക്കാതെ ഞാൻ അയാളെ വിടില്ല. തന്നെ കൂടി കൊണ്ടുപോകായിരുന്നു. തനിക്കിപ്പോ ഒരു ജോലിയായി, ബന്ധുക്കളായി, ഇനി കുടുംബമാവും, കുട്ടികളാവും. പിന്നെ തന്റെ കളിയും ചിരിയും തമാശയും ഒക്കെ അവരോടാവും. അവരോടായിരിക്കണം. ഇനി എപ്പോഴെങ്കിലും ഈ വെങ്കടയെ കണ്ട ഒരു നോട്ടം, ഒരു ചിരി മതി. വരട്ടെ. പത്മനാഭപുരം പാലസ് ഞാനവിടെ. ഫാന്റാസ്റ്റിക് പ്ലേസ്. ഈ സൺഡേ നമുക്ക് അവിടെ പോവാം. സൺഡേ ഹോളിഡേ അല്ലേ? അമ്മു എങ്ങനെ വരും? അത് ഞാൻ മാനേജ് ചെയ്തോളാം. എങ്ങനെ? വെരി ഈസി. അനശ്വര പ്രേമത്തിന് വേണ്ടി ഒരിടത്തരം കള്ളം വീട്ടുകാരോട് പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. സംസ്കൃതത്തിൽ ഒരു ശ്ലോകമുണ്ട്. വേണ്ട, മലയാളത്തിൽ മതി. എന്നാ ഇംഗ്ലീഷിലാവാം. ബുഷറിന്റെ നൈറ്റ്സൺ വായിച്ചിട്ടുണ്ടോ? രാത്രി സൂര്യ വായിക്കുക എന്നൊരു ദുശീലം എനിക്കില്ല. ഒരു പുതിയ ഇരയെ കൂടി നിനക്ക് കിട്ടി അല്ലടാ ഹരി. ഞാൻ ഹലോ. യെസ്, ഞാൻ മനുവാണ്. എന്താ മനു? എനിക്ക് അമ്മൂനെ ഒന്ന് കാണണം. എവിടുന്നാ വിളിക്കുന്നേ? വീട്ടിൽ നിന്ന്. ഞാൻ വരാം. എന്താ ഇത്? എന്താണ്ടായേ? ഒന്നുമില്ല, ചെറിയൊരു ആക്സിഡന്റ്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ വണ്ടി ഓവർ സ്പീഡിൽ ഓടിക്കരുതെന്ന്? അതല്ല. ആണ്, എനിക്കറിയാം. ആവശ്യമില്ലാതെ അതും ഇതുമൊക്കെ ചിന്തിച്ച് എന്റെ പ്രശ്നങ്ങൾ മുഴുവനും അമ്മൂനറിയില്ല. വേണ്ട, എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പ്രോബ്ലംസ് ഒന്നും മനുവിനില്ല. അമ്മൂനോട് എനിക്ക് നോക്കൂ മനു, എന്തിന് സെൽഫ് എക്സൈൽഡ് ആവുന്നത്? എന്റെ പഴയ അനുഭവങ്ങൾ മറക്കണം. പാസ്റ്റ് ഈസ് പാസ്റ്റ്.
എനിക്ക് ആരുമില്ല. ഐ എം അലോൺ. എന്താടോ? എന്നാലും ഇങ്ങനൊരു പട്ടിയുണ്ടോ? എന്റെ കാര്യമാണോ? അല്ല, പട്ടിയുടെ കാര്യ. ഒരു മനുഷ്യത്വം ഇല്ലാത്ത വർഗം. പട്ടിക്ക് മനുഷ്യത്വം ഉണ്ടായ എന്റെ മഹത്വം പോയില്ലടോ. ആ, എന്താണാവോ സന്ദർശന ഉദ്ദേശം? ഇനി എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു. താൻ കാര്യം പറ. ഇന്നലെ ജോയിൻ ചെയ്യണ്ടായിരുന്നു, അവൻ പോയില്ല. ഹരിദാസിന്റെ കാര്യമായി പറയുന്നേ. ഇനി എന്റെ മേക്കിട്ട് കയറരുത്, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. മന്ത്രി നേരിട്ട് ആർഡർ കൊടുത്ത് എന്തൊക്കെ കഷ്ടങ്ങൾ അനുഭവിച്ച് ഇനി അവനെ ജോലിയും കീലിയെന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞയക്കരുത്. എന്തുപറ്റി? ആകെ ഡള്ളായിരിക്കുന്നല്ലോ. എന്ത് ജോയിൻ ചെയ്തില്ല? ചോദിച്ചത് കേട്ടില്ലേ? ജോയിൻ ചെയ്തില്ല എന്നറിഞ്ഞ് അച്ഛൻ ആകെ ദേഷ്യത്തിലാണ്. ഇങ്ങോട്ട് വരാൻ ഒരുങ്ങിയതാ. ഞാൻ ചെന്ന് കാര്യം തിരക്കാമെന്ന് പറഞ്ഞാ ഒതുക്കിയത്. ഹരി എന്താ ഒന്നും മിണ്ടാത്തെ? അമ്മൂന് മനുവിന് എങ്ങനെ അറിയാം? എന്തേ അങ്ങനെ ചോദിക്കാൻ? ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ? ഗുഡ് ഫ്രണ്ട്സ്, അത്ര തന്നെ. അല്ലാതൊന്നുമല്ല. ഹരിക്ക് മനുവിനറിയോ? അമ്മ പറഞ്ഞില്ലേ നിങ്ങൾ ഗുഡ് ഫ്രണ്ട്സ് ആണെന്ന്? വർഷങ്ങൾക്ക് മുമ്പ് ഒരേ കോളേജിൽ ഒരുമിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളെന്ന് എല്ലാവരും അസൂയോടെ കണ്ടത് ഞങ്ങളെയായിരുന്നു. മനുവിനൊരു വീക്ക്നെസ് ഉണ്ടായിരുന്നു. ഏത് പെൺകുട്ടിയെ കണ്ടാലും സ്വന്തമാക്കണമെന്ന്. പലപ്പോഴും ഞാൻ അവനെ ഉപദേശിച്ചിട്ടുണ്ട്. എന്റെ സ്വന്തം പെങ്ങളോട് തന്നെ അവൻ അങ്ങനെ ഒരു നീക്കം നടത്തിയെന്ന് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. ആദ്യമൊന്നും അവൾ എന്നോട് പറഞ്ഞില്ല. അത് കാരണം ഞങ്ങളുടെ ബന്ധം തകരരുതല്ലോ എന്നവളെ കരുതി കാണും. പിന്നീട് ഞാനത് അറിഞ്ഞപ്പോ എനിക്ക് അവനെ വാൺ ചെയ്യേണ്ടി വന്നു. നീ എന്താ ഹരി പറയുന്നത്? ഞാൻ എന്ത് ചെയ്തു? കൂടുതലൊന്നും പറയണമെന്നില്ല, നിന്നെ എനിക്ക് അറിയാവുന്നല്ലേ. ദൈവം ഇത് രേവതി ഉദ്രിക്കരുത്. എടാ, എനിക്ക് തൊട്ട് മനസ്സിലാവുന്നില്ല. എന്താന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറ. നിന്റെ കുറെ അലവലാതെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരുടെ കൂട്ടത്തിൽ എന്റെ പെങ്ങളെ പെടുത്തണ്ട. നടന്നു ഹരി, ഞാൻ മേലാൽ ആവർത്തിക്കരുത്. രാത്രി ഹോസ്റ്റൽ മുറിയിൽ ഒറ്റയ്ക്കിരുന്നപ്പോ എനിക്ക് കുറ്റബോധം തോന്നി. ഞാൻ അവനോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അവനോട് ക്ഷമയോദിക്കണം. നീ എന്തിനാ ചൂടാകുന്നത്? അവൻ നിന്നെ എന്ത് ചെയ്യുന്ന? അവൻ എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ശരി, രേവതിയെ ഞാൻ വെറുതെ വിടില്ല. താൻ കളയാതെ ഇനി അതൊരു പ്രശ്നമാക്കണ്ട. ഇല്ല, നാളെ എനിക്ക് അവളെ ശരിക്കൊന്ന് കാണണം. മനു, ഞാൻ പറയുന്നത് കേക്ക്. ഹരി എപ്പോഴത്തെ വിഷമം കൊണ്ടെന്ന് പറഞ്ഞായിരിക്കും. ബാസ്റ്റേഡ്. അവൻ എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവമാനിച്ചു, ഭീഷണിപ്പെടുത്തി. മനു ആരാണെന്ന് അവൻ ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. അവന്റെ പെങ്ങളാര്? ശീലാവതിയ. എന്താ
ഒരൊറ്റ കാരണം കൊണ്ട് ഇത്ര നീചമായൊരു പ്രതികാരം എന്റെ പെങ്ങളോട് അവൻ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. പറഞ്ഞൂടെ? ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് മനു എത്ര പ്രാവശ്യമാണെന്നറിയോ ലൈബ്രറിയിൽ അന്വേഷിച്ചു വന്നത്? ഇതാ എനിക്ക് ഇഷ്ടമാകാത്തത്. എന്തെങ്കിലും ഒന്ന് പറ. നീ എന്തിനാ മനുവിനെ അവോയ്ഡ് ചെയ്യുന്നേ? ഞാൻ ആരെയും അവോയ്ഡ് ചെയ്യുന്നില്ല. എന്നാ പിന്നെ അയാളെ കണ്ടെന്ന് സംസാരിച്ചൂടെ? അല്ലെങ്കിൽ ഇത്രയധികം ക്ലോസ് ആവരുതായിരുന്നു അയാളുടെ ഹിസ്റ്ററി ഒക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട്. എനിവേ ഞാൻ പോവുകയാണ്. അയാളെ കാണണോ വേണ്ടയോ എന്നുള്ളത് നീ തീരുമാനിച്ചോ. ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല. എന്തേ കണ്ടില്ല? ഞാൻ എത്ര ദിവസം വെയിറ്റ് ചെയ്തെന്നറിയോ? ഒന്ന് ഫോണെങ്കിലും ചെയ്യായിരുന്നു അമ്മൂന്. എന്തു പറ്റി? ആകെ ഗ്ലൂമിയാണല്ലോ. എന്താ ഉണ്ടായേ? അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. മനുവിന് രേവതി അറിയോ? എല്ലാം പറയാൻ വേണ്ടിയാണ് അന്ന് ഞാൻ അമ്മൂനെ വിളിച്ചത്. ഇനിയിപ്പോ ഞാൻ നിരപരാധിയാണെന്ന് ആരെയും വിശ്വസിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഈ ഒരൊറ്റ കാര്യത്തിനു വേണ്ടി വളരെയധികം പീഡനങ്ങൾ അനുഭവിച്ചവനാണ് ഞാൻ. പോലീസ് സ്റ്റേഷൻ, കോടതി, എനിക്ക് വേണ്ടി ചേട്ടൻ വളരെയേറെ കഷ്ടപ്പെട്ടു. ഒടുവിൽ മാനസിക രോഗി എന്ന കാരണത്തിലാണ് ശിക്ഷയിൽ നിന്ന് എന്നെ ഒഴിവാക്കിയത്. സത്യം പറഞ്ഞാൽ
ഞാൻ ശരിക്കും ഭ്രാന്തനായി കഴിഞ്ഞിരുന്നു. എന്റെ ജീവിതത്തിലെ 2 വർഷം എന്റെ ഓർമ്മകളിലില്ല. ഭ്രാന്താശുപത്രിയുടെ ഏതോ ഇരുണ്ട മുറിയിൽ ഒരു പുതിയ മനുഷ്യനായി, ജീവിതമായി എന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ഹരിയെ ഞാൻ വീണ്ടും കണ്ടത്. ഒരിക്കൽ കൂടി മനസ്സിന്റെ താളം തെറ്റുമോ എന്ന് ഞാൻ ഭയന്നു. ഹരി പാവമാണ്. ഞാനാണത് ചെയ്തതെന്ന് നാം വിശ്വസിക്കുന്നു. സത്യം അവനെ മനസ്സിലാക്കിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല. പണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് വരെ ഞങ്ങൾ പിണങ്ങിയിരുന്നു. ഇതൊരു നിസ്സാര കാര്യമല്ലല്ലോ അവന്. സ്വന്തം പെങ്ങളുടെ മരണത്തിന് കാരണക്കാരനെ അവൻ ഇഷ്ടപ്പെടേണ്ടതില്ല. അമ്മുവിന് അവൻ പറയുന്നത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ അമ്മു ആണ് എന്നെ തിരിച്ചറിഞ്ഞത്, മനസ്സിലാക്കിയത്. ഇനി അമ്മു കൂടി എനിക്ക് നഷ്ടപ്പെട്ടാൽ ഇത്ര പെട്ടെന്ന് എന്താണോ ഇങ്ങനൊരു തീരുമാനം? എന്തെങ്കിലും ഒന്നും ആകാതെ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നാട്ടിൽ നിന്ന് വന്നിട്ട് കുറെ നാളായില്ലേ, പിന്നെ വെങ്കിടി തിരിച്ചു വരാനും വൈകും. എന്തായാലും കൈ കിട്ടിയ പണി കളഞ്ഞ മണ്ടത്തരായിപ്പോയി. തനിക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറ. ഇനി അതുകൊണ്ടാണ്. അയ്യോ, ഒരിക്കലും ഇല്ല. ഇപ്പൊ തന്നെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ആ കാശ് പോലും തിരിച്ചു തരാൻ എനിക്ക് പറ്റിയിട്ടില്ല. താൻ ചുമ്മാ സെന്റിമെന്റിലാകാറു. തന്റെ അച്ഛനോട് എനിക്കുള്ള കടപ്പാട് ഓർക്കുമ്പോ ഇതൊക്കെ വെറും. പോയിട്ടോ. വരുന്നതിന് മുമ്പ് ഒരു കത്തയക്കാൻ മറക്കണ്ട. ഇനി പെട്ടി പോയി തുണി പോയി ഒന്നും വരരുതല്ലോ. പിന്നെ രാഘവനോട് എന്റെ സ്നേഹാന്വേഷണം പറഞ്ഞേക്കണം. Tomorrow evening. ഞാൻ എത്ര പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? നീ ശരിക്കും അവന്റെ ട്രാപ്പിൽ പെട്ടു കഴിഞ്ഞു. ഹരി മനുവിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. തെറ്റിദ്ധാരണ എനിക്കല്ല, നിനക്കാ. അമ്മുവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഈ പറയുന്നത്. അപകടം പറ്റുന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട്. ഹരിക്ക് മനുവിനെ മനസ്സിലാകാഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. അവനെ ന്യായീകരിക്കാൻ വേണ്ടി നീ എന്നോടൊന്നും പറയണമെന്നില്ല. കോളേജിൽ വെച്ച് എന്റെ പെങ്ങളെ കൊന്നതും ജയിലിലായതും പണവും സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെട്ടതും എല്ലാം എന്റെ തെറ്റിദ്ധാരണ തന്നെ. സമ്മതിക്കുന്നു. പ്ലീസ് ഒന്ന് നിർത്ത് ഹരി. ദേ നോക്ക്, നിനക്ക് വേണ്ടി ഇനി രക്ഷപ്പെടാം. ഒരുപക്ഷെ അതിനുള്ള അവസാനത്തെ അവസരമായിരിക്കും ഇത്. രക്ഷപ്പെടണ്ട. സോറി, ഞങ്ങൾ അത്രത്തോളം അടുത്തു കഴിഞ്ഞു എല്ലാ രീതിയിലും. ഞാനിവിടെ ഉള്ളപ്പം അവൻ ഇവിടെ കാണില്ല, അവനിവിടെ ഉള്ളപ്പം ഞാനും. ചുരുക്കി പറഞ്ഞ ഞങ്ങൾ നമ്മൾ കണ്ടിട്ട് ദിവസങ്ങൾ കുറയായി. നാളെ പോകുന്നതിന് മുമ്പ് എനിക്ക് അവനെ കണ്ടേ പറ്റൂ. അത്യാവശ്യമാണെങ്കിൽ എഴുതി തന്നാ മതി, ഞാൻ കൊടുക്കാം. അത് നേരിട്ട് പറയേണ്ട കാര്യമാണ്. ഗോപനായതുകൊണ്ട് പറയുക, അവന്റെ ചേട്ടൻ എന്ന നിലയ്ക്ക് പറയാൻ പാടില്ലാത്തതോ. സിറ്റിയിലെ ഏതെങ്കിലും ഹോട്ടലിലോ ബാറിലോ നോക്കിയാൽ മതി. കൂട്ടുകാരനെ കാണുകയാണെങ്കിൽ ഈ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ പറയണം. ആഹാ, നീ ഇതെപ്പോ വന്നു? ഞാൻ വന്നിട്ട് 2 ആഴ്ചയായി. എന്നിട്ട് ഇതുവരെ ഇങ്ങോട്ടൊന്നും വരാൻ തോന്നിയില്ല. കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. ഇപ്പോഴെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ നാളെ പോവാ. നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. എന്നാ വാ, അകത്തോട്ടിരിക്കാം. വേണ്ട, നമുക്ക് പുറത്തെവിടെയെങ്കിലും പോവാം. നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് മനസ്സമാധാനത്തോടെ തിരിച്ചു പോകാൻ പറ്റില്ലായിരുന്നു. ജോർജിന്റെ ഡെഡ് ബോഡിയുമായിട്ടാണ് ഞാൻ കുവൈത്തിൽ നിന്ന് വന്നത്. ഏത് ജോർജ്? ആ ഡ്രഗ് അഡിക്റ്റ്, ഹോസ്റ്റലിലെ എന്റെ പഴയ റൂംമേറ്റ്. ആക്സിഡന്റ് ആയിരുന്നു. ട്രക്കും കാറുമായി ക്രാഷ്. സ്പോട്ടിൽ വെച്ച് തന്നെ മരിച്ചു. ഞാൻ എത്തുമ്പോ മുഖം തിരിച്ചറിയാൻ വയ്യാത്ത വിധം വികൃതമായിരുന്നു. മനുവിന് ഓർമ്മയില്ലേ രേവതിയുടെ ആ മുഖം?
ഇത് പറയാനാണോ നീ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്? അതെ. ഇനിയെങ്കിലും ഞാനത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റായിരിക്കും. എനിക്ക് മാത്രം അറിയാവുന്ന ഒരു സത്യമുണ്ടായിരുന്നു. ജോർജിന് രേവതി നീ എവിടെ പോവാ? കോളേജിലോട്ട്. എന്തിന്? അവളെ കാണാൻ. ആരെ? രേവതിയെ. അവളെ ഇപ്പൊ തന്നെ കാണണമെന്ന് എന്താ എത്ര നിർബന്ധം? കാര്യമുണ്ട്. നീ ഈ പെത്തടിനും കുന്തമൊക്കെ അടിച്ചോണ്ട് വല്ലവനുമായിട്ട് കയറി അലമ്പുണ്ടാക്കും. പിന്നെ ഞാൻ തന്നെ വരണം ഊരാൻ. നീ അവിടെ ഇരി. ഒരു കുഴപ്പമില്ല. പലപ്പോഴും പറയാൻ ശ്രമിച്ചിട്ടുള്ളതാണ്, പക്ഷെ കഴിഞ്ഞിട്ടില്ല. കുറെ കാലമായി. ജോർജ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് അത് പറയണമെന്നില്ല. എന്റെ മനസ്സിലുള്ളത് തന്റെ മനസ്സിലുള്ളത് പറയാൻ മറ്റാരെങ്കിലും അന്വേഷിക്കും. എന്റെ മനസ്സിലുള്ളത് ഞാൻ പറയും. എനിക്ക് തന്നെ ഇഷ്ടമാണ്. എനിക്കിഷ്ടമല്ല. ഒന്ന് പോകാമോ ഇവിടുന്ന്? അന്ന് ഞാൻ അവനെ രക്ഷപ്പെടുത്തി. ഒരു ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ ഉപകാരം. അതിന്റെ മുഴുവൻ പീഡനങ്ങളും മനുവാണ് അനുഭവിക്കുന്നതെന്ന് അറിഞ്ഞപ്പോ എന്റെ കുറ്റബോധം കൂടി തുടങ്ങി. പലപ്പോഴും സത്യം പുറത്തു പറയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ജോർജ്, അവൻ എന്റെ വീക്ക്നെസ് ആയിരുന്നു. ഇനി ഇത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും മനു ഹരി, ഞാൻ പറയുന്നത് മുമ്പ് ഇതെല്ലാം അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ.
ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞു. ഇനി പേടിക്കാനില്ല. ആരും ശല്യപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത്. നിർബന്ധമാണെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്കകത്ത് പോയി കാണാം.